ഗുണ്ടാക്കേസിൽ പ്രതിയായ സക്കീർ ഹുസൈൻ നിയമത്തിന് കീഴടങ്ങണമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. സക്കീർ CPM ഓഫീസിലെത്തിയത് പരിശോധിക്കും. സക്കീർ പാർട്ടി ഓഫീസിലില്ലെന്ന് ഏരിയ സെക്രട്ടറി. അന്വേഷണ സംഘത്തിന് മുന്നിൽ നാളെ കീഴടങ്ങിയേക്കും. കരുണ മെഡിക്കൽ കോളേജിലെ 31 വിദ്യാർത്ഥികൾക്ക് തൽക്കാലം പഠനം തുടരാമെന്ന് സുപ്രീം കോടതി. പ്രവേശനം റദ്ദാക്കിയ ജെയിംസ് കമ്മിറ്റി നടപടി സ്റ്റേ ചെയ്യണമെന്ന കോളേജിന്റെ ആവശ്യവും തള്ളി. അന്തിമവാദം ഡിസംബർ 7-ന്. പ്രവേശന നടപടികളിൽ ഗുരുതര ക്രമക്കേടെന്ന് സംസ്ഥാന സർക്കാർ. സ്വാഗതം. സ്പെഷ്യൽ എഡിഷനിലേക്ക്. 500,000 രൂപയുടെ നോട്ടുകൾ പിൻവലിച്ചതിനെ തുടർന്നുണ്ടായ സാധാരണക്കാരുടെ ബുദ്ധിമുട്ടുകൾക്ക് ഇന്നും അയവ് വന്നില്ല. ബാങ്കുകൾക്കും ATMകൾക്കും മുന്നിൽ ഇന്നും നീണ്ട നിരയാണ് കാണപ്പെട്ടത്. ട്രഷറികളിൽ പണമില്ലാത്തത് സർക്കാരിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളെ ബാധിച്ചേക്കുമെന്ന് വിലയിരുത്തലുണ്ട്. നോട്ടുകൾ മാറാനെത്തുന്നവരുടെ വിരലിൽ മഷി പുരട്ടാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. ഒരാൾ തന്നെ പലകുറി നോട്ട് മാറുന്നത് തടയുന്നതിനാണ് ഈ തീരുമാനം. ജൻധൻ അക്കൗണ്ടുകൾ വഴിയുള്ള പണമിടപാടുകൾ നിരീക്ഷിക്കുമെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. നോട്ടുകൾ പിൻവലിക്കുന്നത് സ്റ്റേ ചെയ്യില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയപ്പോൾ കേന്ദ്ര നടപടിക്കെതിരെ ഒറ്റക്കെട്ടായി പ്രതിഷേധിക്കാൻ പ്രതിപക്ഷ പാർട്ടികളുടെ യോഗത്തിൽ ധാരണയായി. നോട്ട് പിൻവലിക്കാനുള്ള തീരുമാനത്തെ രാജ്യ താൽപര്യം കണക്കിലെടുത്ത് പിന്തുണയ്ക്കണമെന്ന് പാർലമെന്റ് സമ്മേളനത്തിന് മുന്നോടിയായി ചേർന്ന സർവകക്ഷി യോഗത്തിൽ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പിൽ ചെലവിടുന്ന പണത്തെക്കുറിച്ച് ചർച്ച വേണമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ CPM നേതാവും രാജ്യസഭാംഗവുമായ സോമപ്രസാദ് അദ്ദേഹം ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. കോൺഗ്രസ് നേതാവും KPCCയുടെ സഹകരണ സെൽ ചെയർമാനുമായ അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു എനിക്കൊപ്പം ന്യൂസ് ഫ്ലോറിൽ ചേരുന്നു. CP ജോൺ സാമ്പത്തിക വിദഗ്ധനും മുൻ ആസൂത്രണ ബോർഡ് അംഗവും അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് ചർച്ചയിൽ ചേരും. BJPയുടെ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് VV രാജേഷും തിരുവനന്തപുരത്ത് നിന്ന് ചർച്ചയിൽ ചേരും. ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ നേതാവ് CJ നന്ദകുമാർ അദ്ദേഹം ടെലിഫോൺ ലൈനിൽ ഈ ചർച്ചയിൽ ചേരും. ആദ്യം നന്ദകുമാറിലേക്ക്. ശ്രീ നന്ദകുമാർ, ഇവിടെ ബാങ്കുകളിൽ എത്തുന്നവർ രണ്ടാമതൊരിക്കൽ വന്ന് നോട്ട് മാറുന്നില്ല എന്ന് ഉറപ്പാക്കാനായി വലത് കൈവിരലിൽ മഷി പുരട്ടാനാണ് കേന്ദ്ര സർക്കാർ ഇന്ന് തീരുമാനിച്ചിരിക്കുന്നത്. എത്രത്തോളം പ്രായോഗികമാണ് ഈ തീരുമാനം? ഹലോ ശ്രീ നന്ദകുമാർ, താങ്കൾക്ക് കേൾക്കാമോ? ഇന്ന് കൈവിരലിൽ മഷി പുരട്ടി രണ്ടാമതൊരിക്കൽ കൂടി നോട്ട് മാറുന്നില്ല എന്ന് ഉറപ്പാക്കണം എന്നാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. എത്രത്തോളം പ്രായോഗികമാണ് ഈ തീരുമാനം? ഇതിപ്പോ യഥാർത്ഥത്തിൽ ഞങ്ങൾ അറിയുന്നത് മീഡിയകളിൽ നിന്നാണ്. എന്നെ ആദ്യമേ വിളിക്കുമ്പോൾ ഞാൻ ഇവിടുത്തെ ബാങ്കിലെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെ പലരെയും വിളിച്ച് സംസാരിച്ചു. അവർക്ക് ആ സമയത്ത് നിർദ്ദേശമൊന്നും ലഭിച്ചിട്ടില്ല. പിന്നീട് അറിഞ്ഞു 8 മണിക്ക് ബാങ്ക് അധികാരികൾ ഒരു വീഡിയോ കോൺഫറൻസിങ് വഴി അവരിപ്പോൾ വിവരം അറിയിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇതിന് മുമ്പെടുത്ത തീരുമാനത്തിന്റെ പ്രായോഗികത പോലെ തന്നെ സംഭവിക്കാനിടയുള്ള ഒരു സാധനമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ശ്രീ നന്ദകുമാർ, ഇത് നാളെ മുതൽ പ്രാബല്യത്തിൽ വരുത്തണം എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം. അത് പ്രായോഗികമാകുമോ നാളെ മുതൽ? നാളെ മുതൽ പ്രായോഗികമാവില്ലല്ലോ. കാരണം മറ്റെത്തണം. ഇപ്പൊ ഞാൻ സംസാരിച്ച ഒരു ബാങ്ക് അധികാരികളിൽ നിന്ന് മനസ്സിലായത് അവരുടെ ബാങ്കിലേക്ക് 20,000 ബോട്ടിൽ മഷി വരാനുണ്ട്. അത് എത്തിയിട്ട് പിന്നെ പ്രധാന ബ്രാഞ്ചുകളിലേക്കൊക്കെ എത്തിക്കണം. ഇതൊക്കെ നേരത്തെ ഉത്തരവ് പുറത്ത് ഓർഡർ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യമൊന്നും നമുക്കറിയില്ല. കാരണം അതെല്ലാം ഒരുപക്ഷെ ഇതിനു മുമ്പ് ഉള്ള തയ്യാറെടുപ്പുകൾ പോലെ തന്നെ സർക്കാർ ചിലപ്പോൾ ഓരോ സ്ഥലത്ത് എത്തിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ടോ എന്നറിയില്ല. അങ്ങനെയാണെങ്കിൽ വന്നാൽ പ്രായോഗികമായി ചിലപ്പോൾ നടപ്പാക്കാൻ പറ്റുമായിരിക്കും. നന്ദകുമാർ, ഒറ്റ കാര്യം, ഈ ഒരു തവണ നോട്ട് മാറിയ ഒരാൾക്ക് കൈവിരലിൽ മഷി പതിച്ചാൽ പിന്നെ ഡിസംബർ 30-ന് മുൻപ് ഒരിക്കൽ കൂടി നോട്ട് മാറിയെടുക്കാൻ സാധിക്കില്ല. അങ്ങനെയാണ് ഇതിനെ കേന്ദ്ര സർക്കാർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഡിസംബർ 30-ന് മുൻപ് ഒരു തവണ കൂടി നോട്ട് മാറിയെടുക്കുക എന്നത് അസാധ്യമാക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് ഈ തീരുമാനത്തിലൂടെ. അതായത് ഇപ്പോൾ ഒരു തവണ നോട്ട് മാറിയാൽ കൈവിരലിൽ മഷി രേഖപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞാൽ ഡിസംബർ 30-ന് മുൻപ് പിന്നീട് ഒരിക്കൽ ഈ നോട്ട് മാറിയെടുക്കുക സാധ്യമല്ല. അത് ഇത്തരത്തിൽ കൂലിക്ക് ആളെ നിർത്തി ചെയ്യിക്കുന്ന സംവിധാനമുണ്ട് എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണെന്നറിയില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ രാജ്യത്ത് കൂലിക്ക് കിട്ടാൻ കോടിക്കണക്കിന് ആൾക്കാർ പണിയില്ലാണ്ട് നടക്കുന്നുണ്ടല്ലോ. വളരെ നന്ദി CJ നന്ദകുമാർ ഞങ്ങളോട് ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഞാൻ CPM നേതാവും രാജ്യസഭാംഗവുമായ K സോമപ്രസാദിലേക്ക് പോകുന്നു. ശ്രീ സോമപ്രസാദ്, ഇവിടെ ഇന്ന് നോട്ട് പിൻവലിക്കുക എന്ന തീരുമാനം ശരിയാണ് എന്ന മട്ടിലാണ് CPMന്റെ പ്രതികരണം വന്നത്. അതേസമയം അത് ഡിസംബർ 30 വരെ നിലവിലുള്ള നോട്ടുകൾ
കൈമാറാനുള്ള അവസരം നൽകണം എന്നും CPM ആവശ്യപ്പെടുന്നു. പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച കേന്ദ്ര സർക്കാർ തീരുമാനത്തെ CPM പൊതുവിൽ സ്വാഗതം ചെയ്യുന്ന ഒരു നിലപാടിലേക്ക് മാറിയിട്ടുണ്ടോ? സംസാരിക്കാമോ? പറയാം, കേൾക്കാം. അപ്പോൾ അതെ, നോട്ട് പിൻവലിക്കാൻ വേണ്ടി ഗവൺമെന്റ് എടുത്ത തീരുമാനത്തിന്റെ പിന്നിൽ ഗവൺമെന്റ് എന്തുദ്ദേശത്താലാണോ അത് ചെയ്യാൻ തീരുമാനിച്ചത്, ആ ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ആ തീരുമാനത്തെ സ്വാഗതം ചെയ്യുകയാണ്. പക്ഷേ ആവശ്യമായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ നടത്തി നോട്ട് പിൻവലിക്കുന്ന സമയത്ത് നമ്മുടെ രാജ്യത്തുണ്ടാകുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനാവശ്യമായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ നടത്താതെ ഇത് ചെയ്തതിനാണ് CPIM എതിർക്കുന്നത്. വാസ്തവത്തിൽ ഡിസംബർ മാസം 31-ാം തീയതി വരെ ഈ നോട്ട് മാറി പുതിയ നോട്ട് വാങ്ങുന്നതിന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് അവകാശം കൊടുക്കുന്നതിന് കൊണ്ട് എന്ത് നഷ്ടമാണ് ഗവൺമെൻറ് സംഭവിക്കുന്നത്? ഗവൺമെൻറ്റിൻ്റെ എന്തുദ്ദേശമാണ് അതുകൊണ്ട് പാഴായി പോകുന്നത് അല്ലെങ്കിൽ നടക്കാതെ പോകുന്നത്? അത് വിശദീകരിക്കാനുള്ള ബാധ്യത ഗവൺമെൻറ്റിനുണ്ട്. ഗവൺമെൻറ്റിന് കള്ളനോട്ട് തടയുക എന്നുള്ളതാണ്, കള്ളപ്പണം തടയുക എന്നുള്ളതാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ഉദ്ദേശം നല്ലത് തന്നെ. അതിനുവേണ്ടി ഈ നടപടി സ്വീകരിച്ചപ്പോൾ ഡിസംബർ 31 വരെയോ ജനുവരി 31 വരെയോ സാധാരണ ജനങ്ങൾക്ക് സാധാരണ ചെയ്യുന്നത് പോലെ തൻ്റെ കൈവശം ഇരിക്കുന്ന നോട്ട് കൊണ്ടുപോയി ബാങ്കിൽ കൊടുത്ത് പുതിയ നോട്ട് വാങ്ങുന്നതിന് ഒരു സംവിധാനം ഗവൺമെൻറ് ഉണ്ടാക്കിയിരുന്നെങ്കിൽ അതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ ഉദ്ദേശത്തിന് എന്ത് ദോഷമാണ് സംഭവിക്കുക? അത് ഗവൺമെൻറ് വിശദീകരിക്കണ്ടേ? അത് വിശദീകരിക്കുന്നില്ലല്ലോ. അത് വിശദീകരിച്ചെങ്കിലില്ല ഈ 2 ദിവസവും 4 ദിവസവും 3 ദിവസവും 5,000 രൂപ 2,000 രൂപ 7,000 രൂപ 10,000 രൂപ വീതം ഈ മാനദണ്ഡങ്ങൾ ഇങ്ങനെ മാറ്റി മാറ്റി തീരുമാനിക്കുന്നതിൻ്റെ ഉദ്ദേശത്തെ സംബന്ധിച്ച് മനസ്സിലാവത്തുള്ളൂ ഒന്നത്. പിന്നെ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പം മഷി പുരട്ടി അങ്ങനെ മഷി പുരട്ടുന്ന ഒരാൾക്ക് ഡിസംബർ 31-നകം വേറെ പണം മാറാൻ ഒക്കില്ല എന്ന് പറയുന്നു. ഗവൺമെൻറ് ഇപ്പോൾ ഒരു ഹയർ സീലിംഗ് പറഞ്ഞിട്ടുണ്ട്, ഇത്രായിരം രൂപ ഒരാളിന് മാറാം. ആ മാറുന്നതിന് വേണ്ടി ഗവൺമെൻറ് അനുവദിച്ചിരിക്കുന്ന തുക ഞാൻ തന്നെ ഇപ്പോൾ ബാങ്കിൽ പോയി ഒറ്റയടിക്ക് ആ പൈസ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. എനിക്കിപ്പോൾ ആ പൈസ വേണ്ട, മൊത്തം ആ പൈസ എനിക്ക് വേണ്ട. എനിക്കിപ്പോൾ 1,000 രൂപ 2,000 രൂപ മതി. എനിക്ക് ഒരു മാസം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞിട്ടോ ബാക്കി പൈസ എടുക്കാനുള്ള അനുവാദം അല്ലെങ്കിൽ അവസരം ഇല്ലാതാവുകയാണോ? അങ്ങനെയാണോ? ഇതിപ്പോൾ മീഡിയയിലൂടെ ഈ പറയുമ്പോഴാണ് ഈ വിവരം ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് കിട്ടുന്നത്. അതിനെ സംബന്ധിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള വിവരം പുറത്തു വരാത്ത സാഹചര്യത്തിൽ ഇതുവരെ ഉണ്ടായതുപോലെ തന്നെ ഉള്ള ഏറ്റവും വലിയ ആശയക്കുഴപ്പം അതിനെ സംബന്ധിച്ചുണ്ടാവുകയാണ്. സർക്കാർ പ്രഖ്യാപിച്ച നിയന്ത്രണങ്ങൾ, ഒന്ന് കൈവിരലിൽ മഷി പുരട്ടാനുള്ള തീരുമാനം, രണ്ടാമത്തേത് ജൻധൻ അക്കൗണ്ടുകൾ വഴി കൈമാറ്റം ചെയ്യപ്പെടുന്ന പണം അത് നിരീക്ഷിക്കും എന്നും സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എത്രത്തോളം പ്രായോഗിക ബുദ്ധിയോടുകൂടിയാണ് ഇത്തരം തീരുമാനങ്ങൾ കേന്ദ്ര സർക്കാർ എടുക്കുന്നത്? ഇത് കാണിക്കുന്നത് ജനങ്ങളോട് പാനിക്ക് വേണ്ട എന്ന് പറഞ്ഞ ഗവൺമെൻറ് തന്നെ ഒരു പാനിക്കിലേക്ക് പതുക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഈ തീരുമാനം വന്ന സമയത്ത് അതിനെ വളരെ യുക്തിസഹമായി എതിർത്ത BJPയുടെ സുഹൃത്തുക്കൾ പറഞ്ഞൊരു കാര്യം എല്ലാവർക്കും ജൻധൻ ഉണ്ടല്ലോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടൊരു വാദത്തിന് വേണ്ടി അത് സമ്മതിക്കാം. പക്ഷേ ഇന്നത്തെ ഈ തീരുമാനത്തോടു കൂടി ജൻധൻ എന്ന് കൊട്ടിഘോഷിക്കപ്പെട്ട ഈ പദ്ധതി, പ്രധാനമന്ത്രിയുടെ പുതിയ പദ്ധതി, ആ പദ്ധതി തന്നെ പ്രധാനമന്ത്രിയുടെ ഈ പദ്ധതിയെ അല്ലെങ്കിൽ ഈ നോട്ട് പിൻവലിക്കൽ പദ്ധതിയെ തുരങ്കം വയ്ക്കുന്ന ഒരു സംവിധാനമാണ് എന്ന് ഗവൺമെൻറ് തന്നെ സമ്മതിക്കുകയാണ്. നമ്മളാരും പറഞ്ഞിട്ടില്ല. 2, ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളെപ്പോലും വിശ്വാസമില്ല. നമ്മുടെ നാട്ടിലെ തൊഴിലാളികളെയും സാധാരണക്കാരെയും ഗവൺമെൻറ് ഇപ്പോൾ കാണുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ കാണുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ കള്ളപ്പണക്കാരുടെ ഏജൻറ്റുമാരായിട്ടാണ്. അപ്പോൾ ഒരു ഭരണകൂടം അതിൻ്റെ ജനങ്ങളെ സംശയത്തോടെ നോക്കുക, അവരെ ഒരു കള്ളപ്പണ ഏജൻറ്റുമാരായിട്ട് കണക്കാക്കുക. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ തന്നെ നമ്മൾ മറ്റു മാർഗമില്ലാത്തതുകൊണ്ടാണ് വിരലിൽ മഷി പുരട്ടുന്നത്. വാസ്തവത്തിൽ ഇപ്പോൾ ക്യാമറയുണ്ട് ബാങ്കിൽ. ആരും നേരത്തെ സോമപ്രസാദ് പറഞ്ഞതുപോലെ അവർക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ അവർക്ക് അനുവദനീയമായ മുഴുവൻ തുക എടുക്കണമെന്നില്ല, പെട്ടെന്നായിരിക്കും വീണ്ടും എടുക്കാൻ തോന്നുന്നത്. അപ്പോൾ ബാങ്കിങ് സർവീസിനെ മുഴുവൻ വളരെ വരിഞ്ഞു മുറുക്കി ഒരു ജയിലിൽ നിന്ന് റേഷൻ വാങ്ങിക്കുന്നത് പോലെ ആക്കി തീർത്തുകൊണ്ട് നമ്മുടെ രാജ്യത്തെ ഒരു വലിയ ധനകാര്യ ദുരന്തം ഉണ്ടാക്കാനുള്ള പരിശ്രമം ഗവൺമെൻറ് തന്നെ ചെയ്യണം. മറ്റു പല രാജ്യങ്ങളിലും ഇപ്പോൾ ഗ്രീസിലും മറ്റും അവരുടെ നാണയ വ്യവസ്ഥ തകരുകയാണ് ചെയ്തത്.
പക്ഷേ ഇവിടെ ഒരു തകർച്ചയില്ല. ഞാനിപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് ഈ ഒക്ടോബർ 16 ഇറക്കിയിട്ടുള്ള റിസർവ് ബാങ്കിൻ്റെ മോണിറ്ററി പോളിസി റിപ്പോർട്ടാണ്. ആ മോണിറ്ററി പോളിസി റിപ്പോർട്ട് ഞാൻ തലങ്ങും വിലങ്ങും വായിച്ച് നോക്കിയിട്ട് അപകടകരമായ ഒരു പ്രവണതയും ഇപ്പോൾ കാണുന്നില്ല. ഇൻഫ്ലേഷൻ കൺട്രോളാണ്. അതിൻ്റെ മുഖ്യ കാരണം ഓയിൽ പ്രൈസാണ്. ഓയിൽ പ്രൈസ് അടുത്ത കുറേ വർഷത്തേക്ക് കൂടാൻ പോകുന്നില്ല എന്ന് ഞാൻ പറയുന്നതല്ല, റിസർവ് ബാങ്ക് പറയുന്നു. അതുപോലെ തന്നെ GDP സാമാന്യം നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. ഗ്ലോബൽ GDPയിൽ വലിയ കുഴപ്പങ്ങളില്ല. അതിലെല്ലാം ഉപരിയായിട്ട് ഇപ്പോൾ മോണിറ്ററി കമ്മിറ്റി എന്ന് പറഞ്ഞൊരു കമ്മിറ്റി ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ജൂൺ 27 മുതൽ പ്രാബല്യത്തിൽ വന്നിട്ടുള്ള അമെൻമെൻറ്റുകൾ, ആ അമെൻമെൻറ്റുകൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ടിനെ അമെൻഡ് ചെയ്ത് ജൂൺ 27 തൊട്ട് റിസർവ് ബാങ്കിനെ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് പുതിയ കമ്മിറ്റികൾ MPC എന്നാണ് അതിനെ വിളിക്കുന്നത്. MPC എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ്റും റിസർവ് ബാങ്കും തമ്മിലുള്ള മോണിറ്ററി പോളിസി കമ്മിറ്റിയാണ്. ആ പോളിസി കമ്മിറ്റി മറ്റ് രാജ്യങ്ങളിൽ കൂടുന്നത് പോലെ എല്ലാ ക്വാർട്ടറിലും കൂടിക്കൊണ്ട് ഇത് പരിശോധിക്കാനും ഗവൺമെൻറ്റിന് റിസർവ് ബാങ്കിനോടും റിസർവ് ബാങ്കിന് ഗവൺമെൻറ്റിനോടും ഒക്കെ പറയാനുള്ള സംവിധാനങ്ങൾ ഇന്ന് പാർലമെൻറ്റിൻ്റെ നിയമത്തിൽ കൂടെ വന്നു. നല്ലൊരു കാര്യം, ഞാൻ സ്വാഗതം ചെയ്യാണ്. പക്ഷേ അതിന് ശേഷം ജൂൺ 27 ഈ അമെൻമെൻറ്റ് വന്നതിന് ശേഷം ഇറക്കിയിട്ടുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ ഞാൻ ഡൗൺലോഡ് എടുത്തിരിക്കുന്നത്. ഇതിൽ വായിച്ചിട്ട് എനിക്ക് എൻ്റെ എളിയ വായനയിൽ എനിക്ക് മനസ്സിലാവുന്നത് ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള കടുംകൃത്യങ്ങൾ ചെയ്യാനുള്ള ഒരു സാഹചര്യങ്ങളും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ആരെയാണ് അവിശ്വസിക്കുന്നത്? ഈ MPCയുടെ തീരുമാനമുണ്ടോ? മോണിറ്ററി പോളിസി കമ്മിറ്റി ഇത്തരത്തിലൊരു തീരുമാനം എടുത്തോ? ഈ അമെൻമെൻറ്റുകൾ RBI ആക്ടിൻ്റെ അമെൻമെൻറ്റിന് ശേഷം ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ നടന്നോ എന്നൊക്കെ MP മാർ പാർലമെൻറ്റിൽ ഉന്നയിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ ഗവൺമെൻറ്റിന് വിശ്വാസമുണ്ടോ? ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് റിസർവ് ബാങ്കിന് വിശ്വാസമുണ്ടോ? ജനങ്ങളെ ഗവൺമെൻറ്റിന് വിശ്വാസമുണ്ടോ? ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു കോൺഫിഡൻസ് ക്രഞ്ച് എന്ന് വിളിക്കാവുന്ന പണത്തിൻ്റെ ക്രഞ്ച് പോലെ തന്നെ, പണച്ചുരുക്കം പോലെ തന്നെ ഒരു വിശ്വാസ്യതയുടെ ചുരുക്കം നമ്മുടെ സിസ്റ്റത്തിലേക്ക് വരുന്നു എന്ന് പറയുന്നത് BJPക്കോ നരേന്ദ്രമോദിക്കോ കേന്ദ്ര ഗവൺമെൻറ്റിനോ നല്ലതോ ചീത്തയോ എന്നുള്ള വിഷയമേ ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. പക്ഷേ ഇന്ത്യക്ക് നല്ലതല്ല, നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്കും സമ്പദ്ഘടനയ്ക്കും നല്ലതല്ല എന്ന് ഉറപ്പിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ശ്രീ VV രാജേഷ്, 25 കോടി അല്ലെങ്കിൽ 25.51 കോടി ജൻധൻ അക്കൗണ്ടുകൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ ഔദ്യോഗിക കണക്ക്. ആ അക്കൗണ്ടുകളൊക്കെ നിരീക്ഷിക്കുന്നു എന്ന് വെച്ചാൽ ഇപ്പോൾ CP ജോൺ ചൂണ്ടിക്കാണിച്ചതുപോലെ ജനതയിലെ വലിയൊരു വിഭാഗത്തെ സംശയദൃഷ്ടിയോടുകൂടി സർക്കാർ നോക്കുന്നു എന്ന് തന്നെയല്ലേ അർത്ഥം? അതിനോട് ഞാൻ തീർച്ചയായും വിയോജിക്കുകയാണ്. കാരണം ഇപ്പം മഷി പുരട്ടി തീരുമാനിച്ചു എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ വരുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഇങ്ങനൊരു ചർച്ച വന്നത്. ഈ നോട്ട് പിൻവലിച്ച ദിവസം, ആ ദിവസമോ പിറ്റേ ദിവസമോ ഒന്നും ഈ മഷി പുരട്ടുവാനുള്ള തീരുമാനം ഗവൺമെൻറ് എടുത്തായിട്ടൊരു വാർത്തയും വന്നില്ലല്ലോ. ഗവൺമെൻറ് അങ്ങനെ ഒരു തീരുമാനം എടുത്തിരുന്നില്ലല്ലോ. ഒരാഴ്ച പിന്നിടുമ്പോൾ ഇന്നലെ തന്നെ തിരുവനന്തപുരത്ത് മണക്കാട് ഒരു വ്യക്തി തന്നെ 5-6 ബാങ്കുകളിൽ നിന്നും പണം മാറിയ വസ്തുതയുണ്ട്. പല ഐഡൻറ്റിറ്റി കാർഡും കാണിയിട്ടുണ്ട്. ഇതര സംസ്ഥാന തൊഴിലാളികൾ ഓരോരുത്തരും വന്നിട്ട് 12,500 രൂപ വീതം അവരുടെ അക്കൗണ്ടിലിട്ട് 10,000 രൂപ ഉടൻ തന്നെ 25 പേർ ഒരുമിച്ച് നിന്ന് അക്കൗണ്ടിൽ പണം ഇട്ടിട്ട് 10,000 രൂപ അപ്പം തന്നെ വിഡ്രോ ചെയ്യുകയാണ്. കാരണം ഇത് ആർക്ക് വേണ്ടിയായിരുന്നു? ഒരു വ്യക്തി തന്നെ 4-5 സ്ഥലത്ത്, അതായത് 4,500 രൂപ കിട്ടുന്ന സ്ഥലത്ത് 5 ബാങ്ക് ചെല്ലുമ്പോൾ ഒരു വ്യക്തി തന്നെ 25,000 രൂപ മാറി എടുത്തുകൊണ്ട് പോവുകയാണ്. അപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായി നിരീക്ഷിക്കുമ്പോഴേക്കും പല ബാങ്കിലും പല ATM കൗണ്ടറുകളിലും പണം ഞൊടിയിട കൊണ്ട് തീരുന്നതിൻ്റെ ഒരു പ്രധാന ഘടകം ഒരു വ്യക്തി തന്നെ 5-10 ബാങ്കുകളിൽ നിന്നും പണം മാറിയെടുക്കുന്നു. ഗവൺമെൻറ് നിരീക്ഷിച്ചു, 7-8 ദിവസം നിരീക്ഷിച്ചപ്പോൾ അതിന് എന്തെങ്കിലും ഒരു മാനദണ്ഡം കൊണ്ടുവരണം. അങ്ങനെയുള്ള ഒരു സാഹചര്യം സംജാതമായപ്പോഴാണ് ഗവൺമെൻറ് ഇത്തരത്തിലൊരു തീരുമാനമെടുക്കാൻ നിർബന്ധിതരായത്. നമ്പർ 1. നമ്പർ 2, ജൻധൻ അക്കൗണ്ടിനെ കുറിച്ച്. ജൻധൻ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ കോടീശ്വരന്മാർക്ക് വേണ്ടി ആരംഭിച്ച അക്കൗണ്ടല്ല. വീട്ടിൽ ഒരു പണവും ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ വേണ്ടി മിനിമം കൊടുക്കേണ്ട പണം പോലും കയ്യിലില്ലാത്ത പാവങ്ങൾക്ക് വേണ്ടി തുടങ്ങിയ അക്കൗണ്ടാണ്. ആ അക്കൗണ്ടിലൂടെ പരമാവധി 1 ലക്ഷം രൂപ മാത്രമേ ആ അക്കൗണ്ടിലൂടെ ക്രയവിക്രയം നടത്താൻ വേണ്ടി പാടുള്ളൂ എന്ന അക്കൗണ്ട് തുടങ്ങിയ സമയത്ത് തന്നെ, ഒരു വർഷത്തിന് മുമ്പ് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് സമൂഹത്തിലെ ഏറ്റവും താഴെത്തട്ടിൽ അക്കൗണ്ട് തുടങ്ങാൻ പോലും പണമില്ലാത്ത, നിവർത്തിയില്ലാത്തവർക്ക് വേണ്ടി ഗവൺമെൻറ് കൊടുക്കുന്ന ആനുകൂല്യങ്ങളൊക്കെ അവർക്ക് വെട്ടിപ്പും തട്ടിപ്പും നടക്കാതെ നേരിട്ട് കിട്ടാൻ വേണ്ടി ഗവൺമെൻറ് കൊടുക്കുന്ന ഒരു സൗകര്യമാണ്. അതിലൂടെ 1 ലക്ഷം രൂപയുടെ മാക്സിമം ട്രാൻസാക്ഷൻ നടക്കാവൂ എന്ന് പറയുമ്പോൾ ജൻധൻ അക്കൗണ്ട് വഴി പലരുടെയും കയ്യിലിരിക്കുന്ന കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തുന്നതായി
കഴിഞ്ഞ ഒരാഴ്ചത്തെ നിരീക്ഷണത്തിൽ ഗവൺമെൻറ് ബോധ്യപ്പെട്ടു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഗവൺമെൻറ് എന്ത് പർപ്പസിനാണോ തുടങ്ങിയത് ടോട്ടലി അതിന് എഗൻസ്റ്റ് ആയിട്ട് അത് വിനിയോഗിക്കുന്നു എന്ന് വന്നപ്പോഴേക്കും ഗവൺമെൻറ് അതിൽ നിരീക്ഷണം ഏർപ്പെടുത്തി. ഈ ഞാൻ പറഞ്ഞ 2 കാര്യത്തിലും എന്താ തെറ്റ്? എന്നാൽ ഈ നോട്ട് നിരോധനം വന്ന ആ ദിവസമോ പിറ്റേ ദിവസം തന്നെ കയ്യിൽ മഷി ജൻധൻ അക്കൗണ്ട് വഴി 1 ലക്ഷം രൂപ വരെയുള്ള ട്രാൻസാക്ഷൻ നിയമവിധേയമായി നടത്താൻ ആ അക്കൗണ്ട് ഉടമയ്ക്ക് കഴിയും. 25.51 കോടി ജൻധൻ അക്കൗണ്ടുകളുണ്ട്. ഒരു അക്കൗണ്ട് വഴി 20,000 രൂപ ഓരോ അക്കൗണ്ട് വഴിയും ട്രാൻസാക്ട് ചെയ്താൽ പോലും 5 ലക്ഷം കോടി രൂപയിലേറെ ട്രാൻസാക്ട് ചെയ്യപ്പെടും. അങ്ങനെ ട്രാൻസാക്ട് ചെയ്യപ്പെട്ടാൽ ഇപ്പോൾ സർക്കാർ തന്നെ പറയുന്നതിനനുസരിച്ച് 14 ലക്ഷം കോടി രൂപയുടെ കറൻസിയാണ് വിഡ്രോ ചെയ്യുന്നത്. അതിൽ 5 ലക്ഷം കോടി രൂപ 20,000 രൂപ വെച്ച് ഓരോ അക്കൗണ്ട് വഴി ട്രാൻസാക്ട് ചെയ്താലും 5 ലക്ഷം കോടി രൂപ കൈമാറ്റം ചെയ്യപ്പെടും. ഇങ്ങനെ കൈമാറ്റം ചെയ്യപ്പെട്ടാൽ തന്നെയും കള്ളപ്പണം കണ്ടെത്താൻ എങ്ങനെ സാധിക്കും? 20,000 രൂപ മാറുന്ന ആൾക്ക് കള്ളപ്പണമുണ്ട് എന്ന് ആരോപിക്കാൻ സാധിക്കില്ലല്ലോ. എന്ത് കണക്കാണ് സുഹൃത്തെ താങ്കൾ പറയുന്നത്? താങ്കൾ ചിന്തിക്കുന്നുണ്ട് ഒരു പൈസ അക്കൗണ്ട് വിഷം വാങ്ങിച്ച് കഴിക്കാൻ പോലും നിവൃത്തിയില്ലാത്ത ആൾക്കാരുള്ള രാജ്യമായി രാജ്യം. ഒരു പണം പോലും കയ്യിലില്ലാത്തവന് സർക്കാർ സൗജന്യമായിട്ട് അക്കൗണ്ട് തുടങ്ങി കൊടുത്തു. ഈ 25 കോടി ആൾക്കാരും പിറ്റേ ദിവസം പോലെ 20,000 കൊണ്ട് ബാങ്കിൽ പോവുകയാണ്. ഇതെങ്ങനെയായി കാൽക്കുലേഷൻ? സുരേഷ് ബാബു, ഈ പറയുന്ന വിധത്തിൽ ജൻധൻ അക്കൗണ്ട് തുടങ്ങിയത് സ്വാഭാവികമായും അതുവരെ അക്കൗണ്ട് ഇല്ലാത്ത ആളുകൾക്ക്, പണം കയ്യിലില്ലാത്തവർക്ക് വേണമെങ്കിൽ 0 ബാലൻസ് വെച്ച് അക്കൗണ്ട് തുടങ്ങാം എന്നുള്ള അവസ്ഥയിലാണ്. അങ്ങനെ തുടങ്ങിയ അക്കൗണ്ട് ആണെങ്കിൽ പോലും ഒരു 10,000 രൂപ ആ അക്കൗണ്ട് വഴി ട്രാൻസാക്ട് ചെയ്യാൻ കഴിയാത്തത്ര ആളുകൾ ഒരു വർഷത്തിൽ ഉണ്ടാകുമോ രാജ്യത്ത്? ഇതൊരു വല്ലാത്ത ഒരു പ്രതിസന്ധിയിലേക്ക്, സാമ്പത്തികമായ ഒരു പ്രതിസന്ധിയിലേക്ക് രാജ്യത്തെ കൊണ്ടുപോയി. BJPയുടെ ഗവൺമെൻറ് എന്ന് ഞാനൊന്നും പറയുന്നില്ല. ശ്രീ നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് അവധാനതയില്ലാത്ത എടുത്ത ഒരു സമീപനത്തിലൂടെയാണ് ഈ പ്രശ്നങ്ങൾ മുഴുവനുള്ളത്. ഇവിടെ ഞാനിപ്പോൾ ഈ മഷി പുരട്ടുന്ന ഒരു കാര്യം ഞാൻ പറയാം. മഷി പുരട്ടുന്ന കാര്യത്തെക്കുറിച്ച് പ്രധാനമായി പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കയ്യിൽ 4,000 രൂപയാണ് മാറ്റിക്കൊടുക്കുക ഒരു ദിവസം. അപ്പോൾ നിങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, ഇനി പിന്നെ ഡിസംബർ 30 വരെ പറ്റില്ല. അതുകൊണ്ട് ഒന്നുകിൽ മഷി പുരട്ടാം, തൻ്റെ കയ്യിലുള്ള മുഴുവൻ നോട്ടുകളും കൊണ്ടുവന്നോ, എന്നിട്ട് പിന്നെ അതിൻ്റെ ലീഗൽ കോൺസിക്വൻസ് എന്താണെന്നുള്ളത് അവൻ അനുഭവിച്ചോളൂല്ലോ. അവനോ അവളോ അത് അനുഭവിക്കും. 1 ലക്ഷം ഉണ്ടെങ്കിൽ 1 ലക്ഷം കൊണ്ടുവന്ന് മാറ്റിക്കൊണ്ടുപോകും. എന്നിട്ട് അതിനകത്ത് ഇൻകം ടാക്സ് കൊടുക്കണോ, അതല്ല ഫെറേൻ്റെത് വേണോ, ഏത് വേണമെന്നില്ലെങ്കിലും ആ ലീഗലായിട്ടുള്ള നടപടികൾ, കോൺസിക്വൻസസ് അനുഭവിക്കാൻ അവരെ വിട്ടിട്ട് ആ നോട്ടുകൾ മുഴുവൻ മാറ്റാൻ അവസരം കൊടുത്ത് മഷി പുരട്ടിയിരുന്നെങ്കിൽ 30-ാം തീയതി വരെയുള്ള കാര്യത്തിൽ ഒരു ഓപ്ഷനുണ്ട് ജനങ്ങൾക്ക്. ജനങ്ങൾക്കൊരു ഓപ്ഷനുണ്ട്. ഒന്നുകിൽ ലീഗൽ ഓപ്ഷൻ ഫേസ് ചെയ്യുക, അതല്ലെങ്കിൽ ഈ നോട്ട് മാറ്റാതിരിക്കുക. അപ്പോൾ ജനങ്ങൾ ഗവൺമെൻറ്റിനെ കുറ്റം പറയില്ലല്ലോ. ഗവൺമെൻറ് കാണിക്കുന്നത് എന്താണ്? ആരുടെ ഉപദേശമാണ്? ഇക്കാര്യത്തിൽ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. രാജ്യം എങ്ങനെ മുന്നോട്ട് പോകും എന്നതിനെക്കുറിച്ചാണ് ശ്രീ VV രാജേഷ് പറയുന്നത്. നാട്ടിൽ ഉള്ള ഏതെങ്കിലും 4-5 ശതമാനം അല്ലെങ്കിൽ 1% താഴെയുള്ള കള്ളപ്പണക്കാരെ പിടിക്കുന്നതിന് വേണ്ടി രാജ്യത്തെ മുഴുവൻ 120 കോടി ജനങ്ങളെയും ചാട്ടവാറിട്ടടിച്ച് റോഡിലൂടെ ഓടിപ്പിക്കുന്ന ഒരു സമ്പ്രദായത്തിന് എങ്ങനെ ജനങ്ങളുടെ വികാരത്തോടു കൂടി അധികാരത്തിൽ വരുന്നു എന്ന് പറയുന്ന ഒരു പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഗവൺമെൻറ്റിന് കഴിയുന്നു എന്നതാണ് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാകാത്തത്. 4-5 ദിവസം കൂടി കഴിയുമ്പോൾ കേരളമൊക്കെ സ്തംഭിക്കാൻ പോവുക. കൈവശമുള്ള ചെറിയ ചെറിയ പൈസകളും വീട്ടിൽ അത്യാവശ്യമുള്ള അരിയും സാധനങ്ങളും തീർന്നാൽ പട്ടിണി മരണം ഇവിടത്തേക്ക് സംഭവിക്കും. പട്ടിണി മരണം അന്നന്ന് അധ്വാനിച്ച് കൊണ്ടുവരുന്ന ആളുകൾ, അരി വാങ്ങി ജീവിക്കുന്ന ആളുകളുടെ പട്ടിണി മരണത്തിലേക്ക് പോകും. പാപഭാരം ആരേറ്റെടുക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു തീരുമാനത്തിലും എത്താൻ കഴിയുന്നില്ല. ജനങ്ങൾ വളരെ പാനിക്കാണ്. ശ്രീ ജോൺ പറഞ്ഞല്ലോ, ജനങ്ങളുടെ ആ പാനിക്കിന് അടിസ്ഥാനമില്ല. നിങ്ങൾ 30 ദിവസം 50 ദിവസം എത്രയാ, ഡിസംബർ 30 വരെ 50 ദിവസം കാത്തു നിൽക്കുന്നതാണ് ഒരു പ്രധാനമന്ത്രി പറയുന്നത്. ഒരു പ്രധാനമന്ത്രിക്ക് 1 മിനിറ്റ് പോലും ഒരു ജനങ്ങളെ ഒരാവശ്യത്തിന് കാത്തു നിൽപ്പിക്കാൻ പാടില്ല. ജനാധിപത്യ രാജ്യത്ത് ഒരു ജനം ആഗ്രഹിക്കുന്ന, ആവശ്യപ്പെടുന്ന ഒരു കാര്യത്തിന് 1 നിമിഷം പോലും കാത്തു നിൽപ്പിക്കാൻ പാടില്ലാത്ത ഒരു പ്രധാനമന്ത്രി നിങ്ങൾ 50 ദിവസം കാത്തു നിൽക്കുമെന്ന് പറയാൻ, ജനങ്ങളോട് പറയാൻ എന്തെന്നാ അതിന് പറയാൻ, ഇനി ധൈര്യമെന്നൊന്നും പറയാൻ പറ്റില്ല. അതൊരു തരം, ഞാൻ ഒന്നും കൂടുതൽ അതിനെക്കുറിച്ച് പറയാൻ എനിക്ക് വിഷമം കൊണ്ട് കഴിയുന്നു. മടങ്ങിയെത്താം. ശ്രീ CP ജോൺ, നമ്മളിത് ഇതിനോടുകൂടി തന്നെ ചേർത്ത് പറയേണ്ടതാണ്. സഹകരണ മേഖല, കേരളത്തിലെ സഹകരണ മേഖല ഇന്ന് നേരിടുന്ന പ്രതിസന്ധിയുടെ ശ്രീ PM സുരേഷ് ബാബു ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ നിക്ഷേപവുമായി എത്തുന്ന ആളുകൾക്ക് പണം മാറ്റി നൽകുകയും അതിൻ്റെ സോഴ്സും സ്രോതസ്സുമൊക്കെ നിയമപരമായ നടപടികളിലൂടെ പിന്നീട് കണ്ടെത്തുകയും അത് കള്ളപ്പണമാണെങ്കിൽ അതിന് വേണ്ട
നിയമപരമായ പരിഹാരങ്ങൾ കാണുകയും ചെയ്യുക എന്നതല്ലേ പ്രധാനമായും ചെയ്യേണ്ട ഒരു കാര്യം. അത് സഹകരണ മേഖലയ്ക്ക് കൂടി ബാധകമാക്കിയാൽ പ്രാഥമിക സഹകരണ സംഘങ്ങൾ, ജില്ലാ ബാങ്കുകൾ ഇവ വഴി കൂടി പണം മാറ്റിയെടുക്കാനും ഇപ്പോൾ വലിയ സ്തംഭനത്തിൽ നിൽക്കുന്ന സഹകരണ മേഖല, അതുവഴി സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥ ഇതിനെ ഒന്നുണർത്താൻ സാധിക്കില്ലേ? ഈ സഹകരണ മേഖലയെ വിശ്വാസത്തിലെടുത്തിരുന്നുവെങ്കിൽ ഞങ്ങൾ ഇന്നലെ റിസർവ് ബാങ്ക് ഗവർണറെ ഉദ്യോഗസ്ഥരെ കാണാനായിട്ട് പോയപ്പോൾ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും കുഞ്ഞാലിക്കുട്ടിയും ഞങ്ങളെല്ലാം പറഞ്ഞ കാര്യം, നിങ്ങൾ ഈ സഹകരണ മേഖലയെ കൂടി വിശ്വാസത്തിലെടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ കേരളത്തിലെ പ്രശ്നമേ തീരുമായിരുന്നു. കാരണം ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ തന്നെ 1565 ഉണ്ട്. അതുപോലെ തന്നെ ജില്ലാ ബാങ്കുകളുടെ ശാഖകൾ 100 കണക്കിന് ശാഖകളുണ്ട്. അവർക്കോ പ്രൈമറി ബാങ്കുകൾക്ക് തന്നെ ബ്രാഞ്ചുകളുണ്ട്. അപ്പോൾ ഏതാണ്ട് ഒരു 5000-6000 ബ്രാഞ്ചുകളിലൂടെ ഇത് കൊടുത്തിരുന്നെങ്കിൽ വാസ്തവത്തിൽ റിസർവ് ബാങ്കിൻ്റെ ഒരു അസിസ്റ്റൻ്റ് ബാങ്കുകൾ അല്ലെങ്കിൽ അവരെ അസിസ്റ്റ് ചെയ്യുന്ന ഒരു സമ്പ്രദായമായിട്ട് കോപ്പറേറ്റീവ് സെക്ടറിനെ ഉപയോഗിച്ചിരുന്നെങ്കിൽ കേരളത്തിലെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. മറിച്ച് അവരെ എന്തോ ഒരു അപകടകാരികളായിട്ട് നോക്കിക്കാണുന്ന രീതിയാണ്. എന്താ കേരളത്തിലെ കോപ്പറേറ്റീവ് സ്ട്രക്ചർ എന്ന് പറയുന്നത്? കോപ്പറേറ്റീവ് സെക്ടറിൻ്റെ എപ്പെക്സ് ബാങ്ക് ആയിട്ടുള്ള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് മറ്റേതൊരു ഷെഡ്യൂൾഡ് ബാങ്കിനെ പോലെയോ ധനലക്ഷ്മിയെ പോലെയോ ഫെഡറലിനെ പോലെയോ ഒരു ഷെഡ്യൂൾഡ് ബാങ്കാണ്. കോപ്പറേറ്റീവ് ബാങ്ക് മാത്രം ഷെഡ്യൂൾഡ് ബാങ്കാണ്. 14 ജില്ലാ ബാങ്കുകളും RBIയുടെ ലൈസൻസ് ഉള്ളവരാണ്. മറ്റു പല സംസ്ഥാനങ്ങളിലും RBI ലൈസൻസ് ഇല്ല. 66 അർബൻ ബാങ്കുകൾ അവർ റിസർവ് ബാങ്കിൻ്റെ നേരിട്ടുള്ള കീഴിലുള്ളവരാണ്. ബാക്കി സൊസൈറ്റികൾ അവരെല്ലാവരും തന്നെ റിസർവ് ബാങ്കിൻ്റെ ലൈസൻസോടുകൂടെ പ്രവർത്തിക്കുന്ന ജില്ലാ ബാങ്കുകളിൽ അംഗങ്ങളായിട്ടുള്ള സൊസൈറ്റികളാണ്. അപ്പോൾ റിസർവ് ബാങ്കിന് അവരുടെ പുറത്ത് കണ്ണില്ലേ? അതുപോലെ തന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റികളെല്ലാം രജിസ്ട്രാറുടെ കീഴിൽ പ്രവർത്തിക്കുന്നതാണ്. രജിസ്ട്രാർ ഒരു IAS ഉദ്യോഗസ്ഥയാണ്, അത് ഇപ്പോഴത്തെ നിലയ്ക്കൊരു ഉദ്യോഗസ്ഥയാണ്. മറ്റേ സെക്രട്ടറി മറ്റൊരു IAS ഓഫീസറാണ്. അവരുടെ പുറത്തെല്ലാം നമുക്ക് നിയന്ത്രിക്കാനുള്ള ഒരുപാട് മാർഗങ്ങളുണ്ട്. IT എന്ന് പറയുന്ന ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അവിടെ എന്തെങ്കിലും കുഴപ്പങ്ങളോ പരാതികളോ ഉണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട, അവിടെ പോയി പരിശോധിച്ചാൽ കുഴപ്പക്കാരും മറുപടി പറയണം. പക്ഷേ അതിന് പകരം കോപ്പറേറ്റീവ് സെക്ടർ ആകെ അപകടമാണ് എന്ന് പറയുമ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, BJPക്കും 100 കണക്കിന് കോപ്പറേറ്റീവ് സംഘങ്ങൾ ഈ കേരളത്തിലുള്ളത് എനിക്ക് നേരിട്ടറിയാം. അവരൊക്കെ സാമാന്യം നല്ല രീതിയിൽ നടത്തുന്ന സംഘങ്ങളുമാണ്. അവിടെയും ഈ പറഞ്ഞ പോലെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലുള്ള കുഴപ്പങ്ങളൊക്കെ ഉണ്ടോ? ഇനി ആരുടെ ബാങ്കിലും കുഴപ്പമുണ്ടാവാം. ആ കുഴപ്പത്തെ പിടിക്കുന്നതിന് പകരം എത്രയോ തവണ ആവർത്തിച്ചതാണെങ്കിലും എലിയും ഇല്ലവും തമ്മിലുള്ള ആ ബന്ധം എന്താണെന്ന് മനസ്സിലാക്കാതെയല്ലേ ഇപ്പോൾ കോപ്പറേറ്റീവ് സെക്ടറിനെ കൂച്ചുവിലം കെട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഗവൺമെന്റിലേക്ക് മടങ്ങിയെത്താം. ശ്രീ VV രാജേഷ്, എന്തുകൊണ്ടാണ് ഈ പ്രാഥമിക സഹകരണ സംഘങ്ങൾ, ജില്ലാ ബാങ്കുകൾ ഇവയ്ക്ക് ഈ നോട്ട് മാറ്റിക്കൊടുക്കുന്നതിന് ആദ്യം താൽക്കാലികമായൊരു അനുമതി നൽകിയിരുന്നു, അതിനുശേഷം നോട്ടുകൾ സ്വീകരിക്കുന്നതിന്, അതിനുശേഷം അത് പിൻവലിച്ചു? എന്താണ് ഇതിൻ്റെ ഒരു അടിസ്ഥാനം? RBIയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ അവർ നൽകുന്ന ലൈസൻസ് അനുസരിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ തന്നെയാണ് ഇവയൊക്കെ. രാജീവേ, 3 പേരും അതോടൊപ്പം തന്നെ രാജീവും എൻ്റെ പ്രസ്ഥാനത്തിന് വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്നവരാണ് ഈ ചർച്ചയിൽ. അതുകൊണ്ട് തന്നെ അതിനാവശ്യമായ സമയം തരും എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ മറുപടി പറയുന്നത്. ഇതിൽ പ്രശ്നം ആദ്യത്തെ ദിവസമൊന്നും അങ്ങനെ റെസ്ട്രിക്ഷൻ ഇല്ലായിരുന്നല്ലോ. പക്ഷേ സംഭവിച്ചത് 8-ാം തീയതി നോട്ട് പിൻവലിക്കുന്ന ആ ഒരൊറ്റ ദിവസം രാത്രി തന്നെ കേരളത്തിലെ പല സർവീസ് സഹകരണ ബാങ്കുകളും കേന്ദ്രീകരിച്ചുകൊണ്ട് 100 കണക്കിന് കോടി രൂപയുടെ ഡെപ്പോസിറ്റ് വന്നിട്ടുണ്ട്. ബാക്ക് ഡേറ്റിട്ടാണ് ഡെപ്പോസിറ്റ് ചെയ്തത്. ഗവൺമെൻറ്റിന് കാര്യങ്ങളറിയാം, ഗവൺമെൻറ് വ്യക്തമായിട്ട് വിലയിരുത്തുന്നുണ്ട്. അങ്ങനെ ചില പ്രത്യേക സാഹചര്യങ്ങൾ ഉണ്ടായപ്പോഴാണ് ഈ റെസ്ട്രിക്ഷൻ വന്നത്. മാത്രവുമല്ല 2007 UPA ഗവൺമെന്റ് രാജ്യം ഭരിക്കുമ്പോഴേക്കും അല്ല ഏത് സംഘത്തിലാ താങ്കൾക്ക് പറയാൻ ലഭിക്കുന്ന സമയത്ത് താങ്കൾക്ക് പറയാമല്ലോ. അല്ല ഞാൻ പറഞ്ഞോട്ടെ, താങ്കൾ എന്റെ ഗവൺമെന്റിനെയും ഞങ്ങളുടെ സംഘങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ സ്വസ്ഥമായിട്ട് കേട്ടില്ല. നിങ്ങളുടെ സംഘം നല്ലതാണെന്നാ പറഞ്ഞത്, മോശമെന്നല്ല. അതെ, അത് പറഞ്ഞപ്പോൾ ഗവൺമെന്റിന്റെ വിരുദ്ധാഭിപ്രായം ഞാൻ കേട്ടില്ലേ? ഞാൻ പറഞ്ഞിരുന്നോടെ താങ്കളൊന്ന് ക്ഷമിക്കണം. എനിക്ക് ക്ഷമിക്കും, ഒരു കുറവില്ല. അല്ല, അപ്പൊ പിന്നെ ഞാൻ പൂർത്തിയാക്കട്ടെ, എൻ്റെ സമയത്ത് ഞാൻ പൂർത്തിയാക്കട്ടെ. രാജീവ്, ഇങ്ങനെ ചില വിവരങ്ങളുണ്ട് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ. ഗവൺമെൻറ് പുറത്തുവിടുന്നതിന് മുമ്പ് ആ വിവരങ്ങൾ ഞാൻ പറയുന്നത് ശരിയല്ല ഒരു മാധ്യമത്തിൽ, പക്ഷേ വസ്തുതയാണ്.
100 കോടി രൂപ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. പേരൂർക്കട കേന്ദ്രീകരിച്ചുള്ള ഒരു സഹകരണ സംഘത്തിൽ വെളുക്കുന്നത് വരെ അവിടെ നോട്ടെണ്ണുകയായിരുന്നു. ഇനി നോട്ടെണ്ണി ആൾക്കാരുടെ പേര് കൂടി വേണമെങ്കിൽ ഞാൻ പറയാം. പക്ഷേ ഈ മാധ്യമ ചർച്ചയിലൂടെ പറയുന്നത് നാളെ ഒരു അവസരം വരും, ആ സമയത്ത് മൈക്ക് വെച്ച് തന്നെ ഞങ്ങൾ തെരുവിൽ അത് പ്രസംഗിക്കേണ്ടി വരും ഒരു ഘട്ടം കൂടി കഴിയുമ്പോഴേക്കും. എന്തായാലും സഹകരണ സംഘങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെൻറ്റിനെ കൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുവാൻ വേണ്ടി നിർബന്ധിച്ചതാണ്. മറ്റൊന്ന്, 2007 UPA ഗവൺമെൻറ് രാജ്യം ഭരിച്ചിരുന്നപ്പോൾ ചെക്ക് കൈകാര്യം ചെയ്യുന്ന എല്ലാ സ്ഥാപനങ്ങളും തന്നെ RBIയുടെ ലൈസൻസ് എടുക്കണം എന്നുള്ള ഒരു നിയമം കൊണ്ടുവന്നു. കേരളത്തിൽ എത്ര സഹകരണ സംഘങ്ങൾ എടുത്തു? ബാങ്ക് എന്നുള്ള വാക്ക് പോലും ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് നിയമം പറയുന്നത്. കേരളത്തിലെ എല്ലാ സംഘങ്ങളും ചെക്ക് കൈകാര്യം ചെയ്യുന്നിട്ടുണ്ട്. കേരളത്തിലെ എത്ര സംഘങ്ങൾ RBIയുടെ ലൈസൻസ് എടുത്തു എന്ന് പറയാൻ വേണ്ടി തയ്യാറാകണം. മറ്റൊന്ന്, ഇവിടെ പരിശോധന വേണമെന്ന് ബഹുമാനപ്പെട്ട ശ്രീ CP ജോൺ പറഞ്ഞു. പരിശോധിക്കാൻ വേണ്ടി ആദായ നികുതി വകുപ്പിലെ ആൾക്കാർ വന്നല്ലോ. എറണാകുളത്തെ ബാങ്കുകൾ വന്നപ്പോൾ എന്താ അവസ്ഥ? CITക്കാർ വന്നിട്ട് ഈ ഉദ്യോഗസ്ഥന്മാരെ തടഞ്ഞു. UPA ഗവൺമെൻറ് ഭരിച്ചപ്പോഴും NDA ഗവൺമെൻറ് ഭരിക്കുമ്പോഴും ഉദ്യോഗസ്ഥന്മാർ വരുമ്പോൾ മസിൽ പവർ ഉപയോഗിച്ചുകൊണ്ട് ഈ ഉദ്യോഗസ്ഥന്മാരെ തടയുന്നു. കേരളത്തിൽ BJPയുടെ ഗവൺമെൻറ്റല്ല, പോലീസിൻ്റെ സഹായം കിട്ടുകയില്ല. CITക്കാർ വന്ന് ഈ മാന്യന്മാരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ അസഭ്യം പറയുകയും ഓടിക്കുകയും ചെയ്തു. പോലീസിന് കംപ്ലയിൻറ്റ് കൊടുത്താൽ പോലീസ് വരികയില്ല. അങ്ങനെ വന്നപ്പോഴേക്ക് ഉദ്യോഗസ്ഥന്മാർ മടുത്ത് അവർ പിൻവാങ്ങുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതൊക്കെ തന്നെ ഗവൺമെൻറ് നിരീക്ഷണത്തിലുണ്ട്. ഞാനൊന്ന് ചോദിക്കട്ടെ, കേരളത്തിലെ സഹകരണ സംഘങ്ങൾ ഇവിടുത്തെ ഗ്രാമീണ മേഖലയിലെ സമ്പദ്ഘടനയിൽ വ്യക്തമായ സംഭാവനകൾ നൽകുന്നതാണ്. സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒരുപാട് പ്രയോജനം വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ സഹകരണ സംഘങ്ങൾക്ക് ഒരു പോറൽ പോലും ഉണ്ടാകാൻ പാടില്ല എന്നുള്ള നിലപാട് തന്നെയാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. ഞങ്ങളുടെ പ്രത്യയശാസ്ത്രം വിശ്വസിക്കുന്നവർ സഹകരണ സംഘങ്ങൾ നടത്തുന്നുണ്ട്. അവിടെയും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇടപെടട്ടെ. മറ്റൊന്ന്, 2007 ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം, മറ്റ് അതിഥികളിലേക്ക് മടങ്ങി വരാം. ശ്രീ സോമപ്രസാദിന് ഇക്കാര്യത്തിൽ കുറച്ചുകൂടി കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാനുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒപ്പം ശ്രീ PM സുരേഷ് ബാബുവിനും ചെറിയ ഇടവേളയ്ക്ക് ശേഷം ചർച്ചയിലേക്ക് മടങ്ങിയെത്തുന്നു. ശ്രീ സോമപ്രസാദ്, ഇവിടെ ശ്രീ VV രാജേഷ് ചൂണ്ടിക്കാണിക്കുന്നത് പോലെ 8-ാം തീയതി പ്രധാനമന്ത്രി ഇത് പ്രഖ്യാപിച്ചതിന് ശേഷം വലിയ തോതിൽ 100 കോടി രൂപയുടെ ഇടപാടുകൾ നടക്കുന്ന അവസ്ഥയുണ്ടായോ സഹകരണ മേഖലയിൽ? സഹകരണ സ്ഥാപനങ്ങളിലൊക്കെ പരിശോധനകൾക്ക് ബലപ്രയോഗത്തിലൂടെ തടയിടുന്നൊരു സംവിധാനമാണോ കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങൾ? വാസ്തവവിരുദ്ധമായ കാര്യമാണ് ശ്രീ രാജേഷ് പറയുന്നത്. അങ്ങനൊരു സംഭവമേ കേരളത്തിലുണ്ടായിട്ടില്ല. മാത്രമല്ല, സഹകരണ മേഖലയെ മാറ്റി നിർത്തുന്നതിന് എന്താണ് കാര്യമെന്ന്, അതിൻ്റെ കാരണമെന്ത് എന്നുള്ളത് ബന്ധപ്പെട്ട അധികാരികൾ ഇതുവരെ സൂചിപ്പിച്ചിട്ടില്ലല്ലോ. അവരിത്തരം കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. രാജേഷിനോട് വിളിച്ച് രഹസ്യമായിട്ട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒന്ന്. രണ്ടാമത്തെ പ്രശ്നം, എവിടെങ്കിലും ആളുകൾ ഇങ്ങനെ 1000-ൻ്റെയും 500-ൻ്റെയും നോട്ടുകൾ പിൻവലിക്കപ്പെട്ട സാഹചര്യത്തിൽ കൈവശമിരിക്കുന്ന പൈസ കൊണ്ടുവന്ന് ബാങ്കിലോ സഹകരണ സ്ഥാപനത്തിലോ കൊടുത്താൽ അത് അവരുടെ അക്കൗണ്ടിലേക്കാണ് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നത്. ആരാണ് പൈസ കൊണ്ടുവരുന്നത് എന്നുള്ളത് കൃത്യമായി അറിയുകയാണ്. അത് അൺഅക്കൗണ്ടഡ് മണി ആയിട്ടല്ല വരുന്നത്, അക്കൗണ്ടഡ് മണി ആയിട്ടാണ് വരുന്നത്. അതിന് ടാക്സ് കൊടുത്തില്ലെങ്കിൽ ടാക്സ് ഈടാക്കാൻ വേണ്ടി സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് ഇഷ്ടം പോലെ നടപടി സ്വീകരിക്കാനുള്ള അവസരം കിട്ടുകയാണ്. അതെല്ലാം ചെയ്യുന്നതിന് പകരം ഞാൻ ചോദിക്കട്ടെ രാജേഷ്, ഇത് ഏതെങ്കിലും കള്ളനോട്ടാണോ? വേണമെങ്കിൽ നമുക്ക് കള്ളപ്പണമെന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. പക്ഷേ ഇതൊന്നും കള്ളനോട്ടല്ല. RBI അടിച്ച് പ്രസിദ്ധീകരിച്ച് നാട്ടിലെ ജനങ്ങൾ ഉപയോഗിക്കുന്ന നോട്ടാണ്. ഒരുപക്ഷെ അതിനകത്ത് കള്ളപ്പണം കാണുമായിരിക്കാം. ആ കള്ളപ്പണം ഞാൻ കൊണ്ടുവന്ന് ഒരു 50 ലക്ഷം രൂപ ബാങ്കിൽ അല്ലെങ്കിൽ 25 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്യുന്നു വിചാരിക്കുക. ഞാൻ എൻ്റെ പേരിലാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അതിന് ടാക്സ് കൊടുത്തിട്ടില്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് ടാക്സ് ഈടാക്കാനുള്ള അവസരമുണ്ട്. അതെല്ലാം ചെയ്യുന്നതിന് പകരം സാധാരണ നാടൻ ഭാഷയെ പറഞ്ഞാൽ പിന്നെ ന്യായമാണ് ഈ കാര്യം പറയുന്നത്, ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എന്തുകൊണ്ടാണ്, ഞാൻ ആദ്യം ഒരു ചോദ്യം ചോദിച്ചു, അതിനൊരു മറുപടിയും ഒരു വിശദീകരണവും ശ്രീ രാജേഷ് ചെയ്തില്ല. ഈ പറയുന്ന നമ്മുടെ കമ്പോളത്തിൽ നിന്ന് പിൻവലിക്കുന്ന നോട്ടിന്റെ അത്രയും തത്തുല്യമായ നോട്ട് നേരത്തെ അടിച്ച് ശരിയാക്കി വെച്ചിട്ട് അത് മാർക്കറ്റിലേക്ക് കൊടുക്കുകയും ഒരു കാലാവധി ഒരു ഡിസംബർ 31 വരെയോ ജനുവരി 31 വരെയോ നീട്ടിക്കൊടുക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങൾ പലതും ഉണ്ടാകുമായിരുന്നില്ലല്ലോ. അങ്ങനെ ചെയ്താൽ അതുകൊണ്ട് എന്ത് ദോഷമാണ് സംഭവിക്കുക? ഈ കള്ളപ്പണം മുഴുവൻ വേറെ ഏതെങ്കിലും തരത്തിൽ കൈമാറ്റം ചെയ്യപ്പെടുമോ? കള്ളനോട്ട് നല്ല നോട്ടായി മാറുമോ? ഇങ്ങനെ ഏതെങ്കിലും സമയം കൊടുക്കാതിരുന്നത് കൊണ്ട്? അതിനെ സംബന്ധിച്ചുള്ള വിശദീകരണം ആരും പറയുന്നില്ലല്ലോ. ഒന്നത്. രണ്ടാമത്തെ കാര്യം, ഈ ഗവൺമെൻറ് ആരെയാണ് വിശ്വസിക്കുന്നത്? ഈ നാട്ടിലെ 128 കോടി ജനങ്ങളിൽ 1% വരുന്ന കള്ളപ്പണക്കാരായിട്ടുള്ള ആളുകളെയാണോ, അതോ ഒരു 99% വരുന്ന ആളുകളുടെ ബുദ്ധിമുട്ടിനെ സംബന്ധിച്ചാണോ? ഞാൻ കൊല്ലം ജില്ലക്കാരനാണ്. കൊല്ലം ജില്ലയിൽ മഹാഭൂരിപക്ഷം വരുന്ന പാവപ്പെട്ട ആളുകൾ, സാധാരണക്കാരായിട്ട് ഉള്ള ആളുകൾ പ്രധാനമായും ആശ്രയിക്കുന്നത് കശുവണ്ടി വ്യവസായത്തെയാണ്. ആ കശുവണ്ടി വ്യവസായത്തിൽ പണിയെടുത്ത്
ഉപജീവനം കഴിക്കുന്ന പാവപ്പെട്ട തൊഴിലാളികൾ വളരെ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. ആഴ്ചയിൽ ഒരിക്കൽ അവർക്ക് ശമ്പളം കിട്ടും. ഇപ്പോൾ ശമ്പളം കൊടുക്കാൻ നിവർത്തിയില്ല. അതോടൊപ്പം തന്നെ നിർമ്മാണ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ, ദൈനംദിനം ശമ്പളം വാങ്ങിച്ചുകൊണ്ട് കൂലി വാങ്ങിച്ച് ജീവിക്കുന്ന തൊഴിലാളികൾ, അവരെല്ലാം തന്നെ വളരെ വലിയ വിവരണാതീതമായിട്ടുള്ള ബുദ്ധിമുട്ടിലേക്കും കഷ്ടപ്പാടിലേക്കും പോവുകയാണ്. എന്തിനാണ് ഇവരെ ഈ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചത്? ഈ നോട്ട് തന്നെ ഇങ്ങനെ 5000 രൂപയോ അല്ലെങ്കിൽ 2000 രൂപയായിട്ട് റെസ്ട്രിക്ട് ചെയ്യേണ്ട കാര്യം എന്താണ്? എൻ്റെ കൈവശമുള്ള പൈസ എനിക്കിപ്പോൾ 10000 രൂപ എൻ്റെ കയ്യിലുണ്ട്. അത് കൊണ്ടുവന്ന് 10000 രൂപ മാറ്റിയെടുക്കാൻ എനിക്ക് അവസരം തരുന്നത് കൊണ്ട് എന്ത് നഷ്ടമാണ് സംഭവിക്കുന്നത്? അതിനെ സംബന്ധിച്ച് വിശദീകരിക്കാൻ തയ്യാറാവണ്ടേ? ഈ പറയുന്ന വിധത്തിൽ ഇപ്പോൾ രാജേഷ് ഒക്കെ ചൂണ്ടിക്കാണിക്കുന്ന വിധത്തിൽ സഹകരണ ബാങ്കുകളിൽ ഒരു നിക്ഷേപം നടത്തണമെങ്കിൽ അതിന് ഏതെങ്കിലും വിധത്തിലുള്ള രേഖകൾ സമർപ്പിക്കേണ്ടതില്ല? അതിനോട് ഒരു അക്കൗണ്ട് വേണ്ടേ? അവിടെ നിക്ഷേപിക്കപ്പെടുന്ന പണം കണക്കിലുണ്ടാവില്ലേ? വേറെ ആരെങ്കിലും പരിശോധിച്ചാൽ ഈ പണത്തിൻ്റെ സ്രോതസ്സ് വെളിപ്പെടുത്താൻ നിക്ഷേപിച്ചയാൾ ബാധ്യസ്ഥനല്ലേ? ഇത്തരം വ്യവസ്ഥകളൊക്കെ ഈ പ്രാഥമിക സഹകരണ സംഘങ്ങളിലും ജില്ലാ ബാങ്കുകളിലും ഒക്കെ ഇല്ലേ? ആ നടപടിക്രമങ്ങളിലൂടെ മാത്രമേ ഇതൊക്കെ സാധിക്കുകയുള്ളൂ. അതറിയാഞ്ഞിട്ടല്ല രാജേഷ് അങ്ങനെ പറയുന്നത്. രാജേഷ് പറയുന്നതിൻ്റെ ഒരു അസാംഗത്യം ഞാൻ മനസ്സിലാക്കുന്നത്, അദ്ദേഹം ഇന്ത്യ രാജ്യത്തിൻ്റെ സാമ്പത്തിക നയം രൂപപ്പെട്ടു വരുന്നത് കേരള സംസ്ഥാനത്തിലെ തിരുവനന്തപുരം ജില്ലയിലെ പേരൂർക്കട ഉള്ള ഒരു സർവീസ് ബാങ്കിൽ നടന്ന സംഭവത്തിൻ്റെ ആധാരമാക്കിയിട്ടാണ് ഇന്ത്യയുടെ സാമ്പത്തിക നയം അദ്ദേഹം ക്രമീകരിച്ചതെന്നാണ് ഈ ചാനലിലൂടെ അദ്ദേഹം പറയുന്നത്. ഇത് എത്രയധികം വേദനാജനകമായിട്ടുള്ളൊരു കാര്യമാണ്. സഹകരണ സ്ഥാപനത്തിൽ ഒരാൾക്ക് എന്ത് ക്രയവിക്രയം ചെയ്യണമെങ്കിലും മെമ്പർഷിപ്പ് എടുക്കണം. മെമ്പർഷിപ്പിനതൊരു സ്റ്റാറ്റ്യൂട്ടറി ഫോമുണ്ട്. ആ ഫോമിനകത്ത് എല്ലാ വിവരങ്ങളും ചോദിച്ചിട്ടുണ്ട്. മക്കളുടെ വിവരം, സ്വത്ത് വിവരം, അച്ഛൻ്റെ അമ്മേൻ്റെ വിവരം എല്ലാം ചേർത്ത് അങ്ങനെ മെമ്പർഷിപ്പ് എടുത്തതിന് ശേഷം മാത്രമേ അവിടെ നിക്ഷേപിക്കാനോ അക്കൗണ്ട് തുടങ്ങാനോ ഒക്കെ കഴിയുകയുള്ളൂ. അത് മാത്രവുമല്ല, ഓരോ ബാങ്കിനും ഓരോ പരിധിയുണ്ട്. വളരെ ചെറിയ പരിധികളാണ്. ആ പരിധിക്കകത്തുള്ള ആളുകൾക്ക് മാത്രമേ ഇവിടെ മെമ്പർഷിപ്പ് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ട്രേസ് ഔട്ട് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. കോഴിക്കോട് താമസിക്കുന്ന എനിക്ക് പോയി തിരുവനന്തപുരത്ത് സഹകരണ ബാങ്കിൽ മെമ്പർഷിപ്പ് എടുക്കാൻ കഴിയില്ല. എനിക്ക് കോഴിക്കോട്ടുള്ള എൻ്റെ വീട് നിൽക്കുന്ന പ്രദേശത്തിൽ മാത്രമേ മെമ്പർഷിപ്പ് എടുക്കാൻ കഴിയൂ. ആളെ ട്രേസ് ഔട്ട് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ശ്രീ സോമപ്രസാദ് ഇവിടെ പറഞ്ഞതുപോലെ എല്ലാ കാരണവശാലും എത്ര രൂപയായാലും അത് അവിടെ വാങ്ങി വെക്കുമ്പോൾ ബാങ്കുകാരൻ അയാളുടെ പേരിലാണ് അത് നിക്ഷേപിക്കുക. ആ വ്യക്തി കള്ളപ്പണമായിട്ടാണതെങ്കിൽ, അദ്ദേഹത്തിൻ്റെ ഇൻകം ടാക്സ് ലിമിറ്റിൻ്റെ മുകളിലാണെങ്കിൽ. പക്ഷേ ശ്രീ രാജേഷ് പറയുന്നത് ആദായ നികുതി വകുപ്പ് അവിടെ പരിശോധന നടത്താൻ ശ്രമിച്ചപ്പോൾ സംഘടിതമായ ചെറുത്തുനിൽപ്പുണ്ടായി. ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരെ അവിടെ പ്രവേശിപ്പിച്ചില്ല എന്നാണ്. സഹകരണ സംഘങ്ങളിൽ കള്ളപ്പണമില്ല, സഹകരണ സംഘങ്ങൾ വ്യവസ്ഥാപിതമായാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ പിന്നെ ആദായ നികുതി വകുപ്പിന്റെ പരിശോധന അതിനകത്ത് അതിൻ്റെ വസ്തുതയെക്കുറിച്ച് ഞാൻ ചർക്കിക്കാനില്ല. പക്ഷേ ആദായ നികുതിക്കാരൻ പരിശോധിക്കേണ്ട കാര്യമില്ല. ആ ബാങ്കിലെ സെക്രട്ടറിക്ക് ഒരു നോട്ടീസ് കൊടുത്താൽ മതി. രേഖയുമായി റിസർവ് ബാങ്കിലോ ആദായ നികുതി ഓഫീസിലോ അയാൾ ചെന്നോളണം. ചെന്നിട്ടില്ലെങ്കിൽ കൊണ്ടുവരാനുള്ള നിയമമുണ്ട് ഇൻകം ടാക്സിൽ. നിസ്സാരപ്പെട്ട കാര്യമല്ല. ഒരു പരിധിക്കകത്ത് ഈ പറഞ്ഞ നികുതി കൊടുക്കാതെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് 30% ആദായ നികുതി കളക്ട് ചെയ്യുക മാത്രമല്ല, പീനൽ ആക്ഷനും കൂടിയുണ്ട് ഇൻകം ടാക്സ് ആക്ടിൽ. പീനൽ ആക്ഷൻ എന്ന് ജയിൽവാസം. അത്ര ശക്തമായ നിയമമുണ്ട് ഇൻകം ടാക്സ് നിയമം. അതൊന്ന് നോക്കുകുത്തിയാണ് 4 CIT-കാരൻ ചെന്ന് തടഞ്ഞപ്പോൾ അതങ്ങ് പോയി എന്നൊക്കെ പറയുന്നത്. ഈ പേരൂർക്കട ബാങ്കിൽ രാത്രി നോട്ടെണ്ണിയതിൻ്റെ പേരിൽ രാജ്യത്തുള്ള മുഴുവൻ ബാങ്കുകളിലും മഷികുത്തുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നു എന്നൊക്കെ പറയുന്നത് ഒരു വിരോധാഭാസം. ഞാൻ മടങ്ങിയെത്താം. ശ്രീ CP ജോൺ, ഇവിടെ ഒരു രാത്രി കൊണ്ട് 100 കണക്കിന് കോടി രൂപയുടെ ഇടപാടുകൾ സഹകരണ ബാങ്കുകളിലൂടെ നടന്നു. അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രാഥമിക സംഘങ്ങൾക്കും ജില്ലാ ബാങ്കുകൾക്കുമൊക്കെ ഈ നോട്ട് സ്വീകരിക്കാനുള്ള അനുമതി നിഷേധിച്ചത് എന്നാണ് വിശദീകരിക്കപ്പെടുന്നത്. പ്രാഥമിക സംഘങ്ങളുമായി നേരിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഒരാൾ എന്ന നിലയിൽ ഒരു രാത്രി കൊണ്ടൊക്കെ 100 കണക്കിന് കോടി രൂപയുടെ ഇടപാടുകളൊക്കെ നടത്താൻ മാത്രം ത്രാണിയുള്ളവയാണോ ഈ സംഘങ്ങളൊക്കെ? എനിക്ക് അദ്ദേഹത്തിന് എന്നെക്കാൾ കൂടുതൽ അറിവില്ല, പ്രായം കുറവാണെങ്കിലും അറിവില്ല എന്ന് പറയുന്നതിലൊന്നും ഇഷ്ടമുള്ള ആളല്ല. അദ്ദേഹത്തിന് അതിൻ്റെ അറിവുകൾ അദ്ദേഹം കൊണ്ട് നടക്കട്ടെ. പക്ഷേ എന്താണ് സഹകരണ സംഘത്തിൻ്റെ ചരിത്രം? എന്താ ഈ സഹകരണ സംഘങ്ങൾ വാസ്തവത്തിൽ ഗവൺമെൻറ് പ്രൊമോട്ട് ചെയ്തതാണ്. ഇപ്പം തിരുവിതാംകൂറിനെ സംബന്ധിച്ചിടത്തോളം സഹകരണ സംഘങ്ങളെല്ലാം ഉണ്ടായത് NSSൻ്റെ വരാന്തയിലാണെന്ന് പറയാം. ഇപ്പം ഞാൻ കരമന അർബൻ ബാങ്കിൻ്റെ പ്രസിഡൻ്റായിരുന്നു.
അപ്പോൾ കരമന അർബൻ ബാങ്കിൻ്റെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ NSSൻ്റെ ഹാളിൻ്റെ ഒരു മുറിയിലാണ് ഈ കരമന ബാങ്ക് ഉണ്ടായത്. കാരണം അന്ന് NSSും ദേശീയ പ്രസ്ഥാനവും ഒരുമിച്ച് നിൽക്കുകയാണ് അന്നത്തെ പത്മനാഭൻ്റെ കാലത്താണ്. ഈ തിരുവനന്തപുരത്തെ ബാങ്കുകളെല്ലാം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ NSSുമായും ദേശീയ പ്രസ്ഥാനവുമായും ഏറ്റവും അടുത്ത് നിൽക്കുന്ന സംഘങ്ങളാണെന്ന് കാണാൻ കഴിയുക. കരമന മാത്രമല്ല, മറ്റ് അർബൻ ബാങ്ക് ആണെങ്കിലും തിരുവനന്തപുരം കോപ്പറേറ്റീവ് ബാങ്ക് ആണെങ്കിലും ഓരോ ബാങ്കുകളുടെയും ചരിത്രത്തിലേക്ക് എനിക്കത് നോക്കാനും അവിടെ പല സ്ഥലത്തും മെമ്പറാകാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ജനങ്ങൾക്ക് വേണ്ടി ഗവൺമെൻറ് പ്രൊമോട്ട് ചെയ്ത് എന്ന് സ്വാതന്ത്ര്യത്തിന് മുൻപേ പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങി. ഐക്യനാണയ സംഘത്തിൽ കൂടെ വന്ന് ഓരോ ഗവൺമെൻറ്റുകൾ മാറി മാറി വരുമ്പോഴും അവരോടെല്ലാം പറഞ്ഞു നിങ്ങൾക്ക് ചില പ്രത്യേക കൺസെഷൻസ് തരാം. ഒരു ഉദാഹരണം പറഞ്ഞാൽ രാജേഷിന് അറിയില്ല എന്ന് പറയില്ല, ശ്രദ്ധിച്ചൊന്നും അറിയില്ല. ഇപ്പോൾ സഹകരണ സംഘം ഒരു സ്ഥലം വാങ്ങിക്കുകയാണെങ്കിൽ രജിസ്ട്രേഷൻ ഫീസിന് ഒഴിവുണ്ട്. സഹകരണ സംഘങ്ങൾ തമ്മിലുള്ള കൈമാറ്റത്തിന് ഒരുപാട് ഒഴിവുകളുണ്ട്. അപ്പോൾ സഹകരണ സംഘങ്ങളെ കേവലം മറ്റുള്ള കമേഴ്ഷ്യൽ ബാങ്കുകളായിട്ട് അല്ല കാണുന്നത്. എന്തുകൊണ്ടാണ്? അത് സഹകരണ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നതാണ്. എന്താ സഹകരണ തത്വം? കമ്പനികൾക്കകത്ത് ഒരാൾക്ക് 100 ഷെയർ ഉണ്ടെങ്കിൽ 100 വോട്ടുണ്ടെങ്കിൽ സഹകരണ സംഘത്തിൽ 1000 ഷെയർ ഉണ്ടെങ്കിലും ഒരു 1 മാൻ 1 വോട്ടാണ്. അപ്പോൾ അത് സോഷ്യലിസത്തോടും അല്ലെങ്കിൽ നമ്മുടെ സ്ഥിതിസമത്വത്തോടൊക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു തത്വമാണ്. റഷ്യൻ വിപ്ലവം കഴിഞ്ഞപ്പോൾ ലെനിൻ പറഞ്ഞു സഹകരണ സംഘങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം പിരിച്ചുവിടണം, അല്ലെങ്കിൽ അതെല്ലാം മാറ്റിമറിക്കണമെന്ന്. കാരണം സഹകരണ സംഘങ്ങൾ ഉണ്ടായതും വളർന്നതും ലോകത്തെല്ലാ സ്ഥലത്തും സ്പെഷ്യൽ പ്രൊട്ടക്ഷനിലൂടെയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സഹകരണ സംഘങ്ങൾ ഇന്ന് 1967 സഹകരണ സംഘം നിയമം അനുസരിച്ച് പ്രവർത്തിക്കുന്നു. അവരുടെ പുറത്ത് രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നേരിട്ടുള്ള പരിശോധനയ്ക്ക് വിധേയമാവാത്ത സ്ഥാപനങ്ങളാണ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ. മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് അത് സെൻറ്ററാണ് നോക്കേണ്ടത്. അപ്പോൾ സ്റ്റേറ്റിൻ്റെ ഒരു ലിസ്റ്റാണ്. സ്റ്റേറ്റ് ലിസ്റ്റിൽ ഒരു സ്റ്റേറ്റ് സബ്ജക്റ്റാണ് കോപ്പറേറ്റീവ്. അതിനകത്ത് സ്റ്റേറ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടല്ലോ എന്നാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എന്താണ് IT-ക്കാർ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ, ഇൻകം ടാക്സുകാർ പറഞ്ഞത് നിങ്ങളുടെ സംഘങ്ങളിൽ, വലിയ സംഘങ്ങളിൽ നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ അവരുടെ വിവരം ഞങ്ങൾക്ക് തരണം. ഇപ്പോൾ എൻ്റെ പാർട്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എൻ്റെ അസിസ്റ്റൻറ്റ് സെക്രട്ടറിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ സംഘത്തിൻ്റെ പ്രസിഡൻറ്റ് എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. കോഴിക്കോട് സിറ്റി കോപ്പറേറ്റീവ് സൊസൈറ്റി. ആ സൊസൈറ്റിയിൽ എനിക്ക് കൃത്യമായിട്ടറിയാം അവിടെ IT ഉണ്ട്, അതേപോലെ തന്നെ മറ്റുള്ള എല്ലാ സംവിധാനങ്ങളും RBIയുടെ പരിശോധനയുണ്ട്. അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന എല്ലാവരും പാൻ കാർഡ് കൊണ്ടുവരണം. അവർ കൊണ്ടുവന്ന് അവർ സോഴ്സിൽ നിന്ന് തന്നെ ഇൻകം ടാക്സ് പിടിച്ചു കൊടുക്കുന്നുണ്ട്. എന്തിനാണ് ഇൻകം ടാക്സ്? ഇട്ടിരിക്കുന്ന തുകയുടെ പലിശയാണ് ഇൻകം, അതിനാണ് ടാക്സ്. മറ്റൊന്ന് സംഘത്തിൻ്റെ ഇൻകം ടാക്സാണ്. സംഘത്തിന് ഇൻകം ടാക്സ് എന്ന് പറഞ്ഞാൽ സംഘത്തിൻ്റെ ലാഭത്തിൽ നിന്ന് കൊടുക്കുന്ന ഇൻകം ടാക്സ് ആണ്. അത് ഒഴിവാക്കാൻ വേണ്ടി ചിദംബരത്തോടും മൻമോഹൻ സിംഗിനോടും ഇപ്പോൾ ഈ ഗവൺമെൻറ്റിനോടും സംഘങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ? സംഘങ്ങൾ ലാഭത്തിന് വേണ്ടി പ്രവർത്തിച്ച് ലാഭം കൊയ്യുന്നവരല്ല. നേരത്തെ താങ്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ കേരളത്തിൻ്റെ CD റേഷ്യോ 60% കേരളത്തിൻ്റെ മറ്റ് ബാങ്കുകൾ 100 രൂപ വാങ്ങിയിട്ട് അതിൽ 40 രൂപയും 50 രൂപയും പുറത്തു കൊടുക്കുമ്പോൾ 100 രൂപ വാങ്ങുന്ന സഹകരണ സംഘം അതേ പഞ്ചായത്തിൽ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള പഞ്ചായത്തിൽ കൊടുത്തുകൊണ്ട് നാട്ടുകാരിൽ നിന്ന് വാങ്ങിച്ച പണം നാട്ടുകാർക്ക് തന്നെ കൊടുക്കുന്ന ലോകത്തിന് തന്നെ മാതൃകയായിട്ടുള്ള ഒരു സഹകരണ പ്രസ്ഥാനമാണ്. പ്രത്യേകിച്ചും ക്രെഡിറ്റ് സഹകരണ പ്രസ്ഥാനമാണ് കേരളത്തിലെ ക്രെഡിറ്റ് സെക്ടർ. ലോകത്ത് ഇത്രയും ഭംഗിയായിട്ട് പ്രവർത്തിക്കുന്ന അധികം സഹകരണ പ്രസ്ഥാനങ്ങളില്ല. ഇപ്പോൾ മഹാരാഷ്ട്രയിലെ സഹകരണ പ്രസ്ഥാനം അത് കരിമ്പ് കൃഷിക്കാരുടെയാണ്. അതുപോലെ തന്നെ വളം നിർമ്മാണശാലകൾ, കൃഷ്ബോ, ഇപ്പോൾ സോമപ്രസാദിനെല്ലാം അറിയാം, കൃഷ്ബോയെ പോലുള്ള സ്ഥാപനങ്ങൾ, സുരേഷ് ബാബുവിനെ അറിയാം, ഇഫ്കോയിനെ കുറിച്ചറിയാം, അവരെല്ലാം സഹകരണ സംഘത്തിലുണ്ടായവരാണ്. അങ്ങനെ വൻകിട സഹകരണ സംഘമൊന്നുമില്ല. MBR ആണ് ഒരു പരിയാരം മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞൊരു വൻകിട സഹകരണ സംഘം തുടങ്ങിയത്. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പണം എന്ന് പറയുന്നത് ഉറുമ്പരിച്ചു കൊണ്ടുവന്നതുപോലെയാണ്. ഓരോ സംഘത്തിനും ശരാശരി 40-50 കോടിയേ ഉള്ളൂ. വലിയ സംഘങ്ങൾ 10-ൽ താഴെയാണ്. 500 കോടിയിൽ കൂടുതൽ 3 സംഘം, മാടായി, പേരുക്കട, കോഴിക്കോട് 3 സംഘത്തിൽ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം 30 കോടി, 40 കോടി, 25 കോടിയാണ്. പക്ഷേ 1000-ത്തിലധികം സംഘമുണ്ട്. അപ്പോൾ ശരാശരി 25 ആണെങ്കിൽ 25,000 കോടിയായി. ഇങ്ങനെ നോക്കുമ്പോൾ ഒരു വലിയ തുകയാണ്. പക്ഷേ എവിടെ ചെന്ന് നോക്കിയാലും അധികം തുകയില്ല. അവരെല്ലാവരും ലാഭത്തിൽ പോലുമല്ല. നല്ല ശമ്പളം, സെക്ഷൻ 80 എന്ന് പറയും ഞങ്ങൾ സഹകരണക്കാർ. സെക്ഷൻ 80 അനുസരിച്ച് ശമ്പളം, ബോണസ്, അതുപോലെ തന്നെ അലവൻസ്
തുടങ്ങിയിട്ടുള്ള അവർക്കുള്ള സ്റ്റാഫ് ഓഡി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വാങ്ങുന്ന ഏതാണ്ട് 3 ലക്ഷത്തോളം വരുന്ന തൊഴിലാളികൾ പണിയെടുക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഒരു സംവിധാനമാണ് സഹകരണ ശ്രീ വി രാജേഷ്, ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടതുപോലെ തന്നെ നിയമപരമായ പല പരിശോധനകളുണ്ട്. സംസ്ഥാന സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന സംഘങ്ങളാണ്. അവയുടെ ആസ്തി സംബന്ധിച്ചുള്ള കണക്കുകളൊക്കെ ഇപ്പോൾ ശ്രീ CP ജോൺ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ഇത്തരമൊരു സാഹചര്യം നിലനിൽക്കെ ജനങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ആശ്രയിക്കാവുന്ന, ജനങ്ങൾ നേരിട്ട് ബന്ധപ്പെടുന്ന സ്ഥാപനങ്ങളെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുന്ന വിധത്തിലുള്ള നടപടികൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അത് ഈ മേഖലയെ തകർക്കാനുള്ള നീക്കമാണോ എന്ന സംശയം ഉയരില്ലേ? സംശയമൊക്കെ അവിടെ ഉയർന്നോട്ടെ, പരിശോധനകൾ കൃത്യമായിട്ട് തന്നെ നടക്കും. ബഹുമാനപ്പെട്ട ശ്രീ CP ജോൺ പറഞ്ഞു, ഞാൻ അഭിനന്ദിക്കുകയാണ്. കോഴിക്കോട് സിറ്റി കോപ്പറേറ്റീവ് ബാങ്കിനെ കുറിച്ച് അഭിമാന പ്രസരം അദ്ദേഹം പറഞ്ഞു. ബാക്കിയുള്ള സംഘങ്ങൾ അതുപോലെ അങ്ങ് ചെയ്താൽ മതി. ഇവിടെ ശ്രീ സോമപ്രസാദ് MP പറഞ്ഞല്ലോ, പണം കൊണ്ടിടുന്നു, പണം കൊണ്ടുന്നതിൻ്റെ രേഖകൾ കാണും, ആ രേഖകൾ ഗവൺമെൻറ് പരിശോധിക്കാമെന്ന്. നിങ്ങൾ കൊടുക്കൂ രേഖകൾ. 2.5 ലക്ഷത്തിന് രൂപയ്ക്ക് മുകളിൽ കേരളത്തിൽ എല്ലാ സർവീസ് സഹകരണ സംഘങ്ങളിലും കിടക്കുന്ന പണത്തിൻ്റെ ഉറവിടം എവിടെന്ന്, അതിൻ്റെ ഡെപ്പോസിറ്ററുടെ പേര്, മരിച്ചുപോയ ആൾക്കാരുടെ പേരിൽ പോലും ഡെപ്പോസിറ്റ് ഉണ്ട് രാജീവേ. മരണപ്പെട്ടു പോയ പേര് എന്തേ നിങ്ങൾ കൊടുക്കാൻ മടിക്കുന്നു? 2.5 ലക്ഷം രൂപ വരെ ഓക്കെ. 2.5 ലക്ഷം രൂപ കഴിഞ്ഞ് ഉള്ള പണത്തിൻ്റെ ഡെപ്പോസിറ്റർ ആരാണ്, അദ്ദേഹത്തിന് ഈ പണം എവിടെ നിന്ന് കിട്ടി, അദ്ദേഹം ടാക്സ് പേ ചെയ്തിട്ടുണ്ടോ, ഈ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ ഒരൊറ്റ ദിവസം കൊണ്ട് പ്രശ്നം അവസാനിക്കാന്നുള്ളതേ ഉള്ളൂ. ശ്രീ CP ജോൺ പറഞ്ഞതുപോലെ കോഴിക്കോട് സിറ്റി കോപ്പറേറ്റീവ് ബാങ്ക് പോലെ കേരളത്തിലെ എല്ലാ സഹകരണ സംഘങ്ങളും മാറിക്കഴിഞ്ഞാൽ ഇതൊരു വളരെ വലിയൊരു സാധ്യതയുള്ള മേഖലയാണ്. അങ്ങനെ മാറാതിരിക്കുകയും, നിങ്ങളിവിടെ സുരേഷ് ബാബു സാർ ചോദിച്ചല്ലോ, നോട്ടീസ് അയച്ചാൽ പോരെ, എന്ത് മനോഹരമായ ആശയം. ഈ ഗവൺമെൻറ് വന്നിട്ട് 5 തവണയാണ് കേരളത്തിലെ സർവീസ് സഹകരണ സംഘങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് വേണം, ഫർണിഷ് ചെയ്യണമെന്ന് പറഞ്ഞ് നോട്ടീസ് അയച്ചത്. ഒരൊറ്റ സംഘം പോലും മറുപടി പറഞ്ഞത് മാത്രമല്ല, ഈ സഹകരണ സംഘങ്ങളുടെ മേധാവികളൊക്കെ ഒരുമിച്ച് ചേർന്നുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിനോടും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനോടും യുദ്ധം പ്രഖ്യാപിക്കുകയായിരുന്നു. നിങ്ങൾ എത്ര പേരാണ് മറുപടി കൊടുത്ത്? ആരും കൊടുത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞ 2007 UPA ഗവൺമെൻറ് കൊണ്ടുവന്ന RBIയുടെ ലൈസൻസ് എടുക്കണമെന്ന് പറഞ്ഞ നിയമം എല്ലാ സംസ്ഥാനങ്ങളും നടപ്പിലാക്കി. ഗുജറാത്തിൽ BJPയുടെ നേതൃത്വത്തിൽ ഏറ്റവും കൂടുതൽ സഹകരണ സംഘം ഗുജറാത്തിലുണ്ട്, മഹാരാഷ്ട്രയിലുണ്ട്. അവിടെയൊക്കെ ഈ നിയമം നടപ്പിലാക്കി. കേരളത്തിൽ മാത്രം നടപ്പിലാക്കിയില്ല. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെ കേരളത്തിൽ കണക്ക് ചോദിക്കാത്തത് കൊണ്ട് കേരളത്തിലെ സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് കള്ളപ്പണം ഒഴുകി. ബിനാമികളുടെ പേരിൽ, വിദേശത്തുള്ളവരുടെ പേരിൽ, മരണപ്പെട്ടവരുടെ പേരിൽ ഇവിടെ പല സംഘങ്ങളിലും അക്കൗണ്ടുണ്ട്. അതുകൊണ്ടാണ് കേരളത്തിൽ ഇത്രത്തോളം ഫിനാൻഷ്യൽ ക്രൈസിസ് വരാനുണ്ടായ ഒരു കാരണമുണ്ടായത്. കേരളത്തിലെ എല്ലാ സർവീസ് ഞാൻ പറയാം, ഞാൻ ക്ലാരിഫൈ ചെയ്യാം. RBIയുടെ ലൈസൻസ് എടുക്കാത്ത 100 കണക്കിന് സഹകരണ സംഘങ്ങൾ കേരളത്തിൽ ഉണ്ട്. RBI ലൈസൻസ് കിട്ടില്ല രാജേഷ്. അല്ലല്ല, UPA ചെക്ക് കൈകാര്യം ചെയ്യുന്ന എല്ലാ സ്ഥാപനങ്ങളും ലൈസൻസ് എടുക്കണമെന്നുള്ള നിയമം 2007 UPA ഗവൺമെന്റ് കൊണ്ടുവന്നിരുന്നു. അതിൽ വരാത്തത് കൊണ്ട് മറ്റുള്ള സംസ്ഥാനങ്ങളൊക്കെ തന്നെ അതിൽ അംഗമായി ലൈസൻസ് എടുത്തു. അതുകൊണ്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. അതിന്റെ ഡോക്യുമെന്റ്സ് ഡീറ്റെയിൽസ് ഫർണിഷ് ചെയ്തില്ല. അതുകൊണ്ടാണ് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത്. പുറത്ത് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ നടപടി നേരിടുന്നുണ്ടാവും. പുറത്ത് അങ്ങനെ ഉണ്ടെങ്കിൽ അവർ നടപടി നേരിടുന്നുണ്ടാവും. അല്ലല്ല, ഞാൻ കംപ്ലീറ്റ് ചെയ്തോട്ടെ. ഇവിടെ ഇപ്പൊ രാജീവ് ഒറ്റ ദിവസം കൊണ്ട് തന്നെ പ്രശ്നം പരിഹരിക്കും. ഈ കേരളത്തിലെ എല്ലാ സർവീസ് സഹകരണ സംഘങ്ങളും അവരുടെ ഡെപ്പോസിറ്റർമാരുടെ ഡീറ്റെയിൽസ് കൊടുക്കുകയും കേന്ദ്ര ഗവൺമെൻറ് ആവശ്യപ്പെടുന്ന നിയമ നടപടികൾക്ക് വിധേയമായി കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും. അല്ലാതെ അക്കാര്യങ്ങൾ പറയുമ്പോഴേക്കും കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങളെ മുഴുവനും തകർക്കുവാൻ വേണ്ടി, നശിപ്പിക്കുവാൻ വേണ്ടിയാണ് BJP ഇറങ്ങിയിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞാൽ ആൾക്കാരെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ നിങ്ങൾക്ക് ശ്രമിക്കാം. പക്ഷേ യഥാർത്ഥ ജനങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങി. ഇത്രയും ആശങ്ക എന്താ? ഈ സഹകരണ സംഘങ്ങളിലെ അവർക്ക് കിട്ടുന്ന ഡെപ്പോസിറ്റ്, അതിൻ്റെ കണക്ക്, ഇത്തരം കാര്യങ്ങളൊക്കെ ചോദിച്ചൊരു നോട്ടീസ് അയച്ചാൽ അതിനോട് പ്രതികരിക്കാതിരിക്കുക, സംഘം ചേർന്ന് ഇത് തരില്ല എന്ന് പറയുക, ഇതൊക്കെയാണോ നടപ്പ് രീതി? അങ്ങനെ പറഞ്ഞാൽ തന്നെ അതിനെ മറികടന്ന് സർക്കാരുകൾക്ക്, ഇൻകം ടാക്സ് വകുപ്പിന് ഒക്കെ പ്രവർത്തിക്കാൻ സാധിക്കും. ഡെപ്പോസിറ്റർമാരുടെ ഡീറ്റെയിൽസ് ഇല്ല, കൊടുക്കുന്നില്ല. കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. അത് കമ്പനി കേന്ദ്രത്തിൽ അധികാരം കൈവശം ഇരിക്കുന്ന ഒരു പാർട്ടിയാണിത് പറയുന്നത്. ഇന്ത്യ രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയാണിത് പറയുന്നത്. ഇന്ത്യ രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയാണ് ഈ പറയുന്നത്. അധികാരം കൈവശം വെച്ച് അത് ഉപയോഗിക്കുന്ന ഒരു പാർട്ടിയാണിത് പറയുന്നത്. ഏതെങ്കിലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഒരു വിശദീകരണം താഴെയുള്ള ഉദ്യോഗസ്ഥനോട് ചോദിച്ചാൽ ആ ഉദ്യോഗസ്ഥൻ അത് ചെയ്തില്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് അറിഞ്ഞുകൂടാത്തവരാണോ ഭരണത്തിൽ ഇരിക്കുന്നവർ? അധികാരം കയ്യിൽ വെച്ചുകൊണ്ട് ഇത്തരം
ചെറിയ കാര്യങ്ങൾ പറയരുത് രാജേഷേ. നമ്മുടെ സഹകരണ സംഘങ്ങൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ അധികാരമായി പ്രയോഗിക്കുന്നത് ആ അധികാരം പ്രയോഗിക്കുമ്പോഴേക്കും ഞാൻ വർത്തമാനം പറഞ്ഞ കാര്യമില്ല. എനിക്കൊരു അവസരം തന്നാൽ ഞാൻ പറയും. താങ്കൾ പറയുന്ന പോലെ സഹകരണ സംഘങ്ങൾ എന്തുകൊണ്ടാണ് RBIയുടെ ലൈസൻസ് എടുക്കാൻ കഴിയാത്തത്? സഹകരണ സംഘങ്ങൾ കേരളത്തിൽ ബാങ്കിംഗ് പരിപാടി മാത്രം നടത്താനായിട്ട് ഫോം ചെയ്തിട്ടുള്ളതല്ല. നിരവധി മറ്റ് കാര്യങ്ങൾ സഹകരണ സംഘങ്ങൾ ചെയ്യുന്നുണ്ട്. കേരളത്തിലെ കാർഷിക മേഖലയെ താങ്ങി നിർത്തുന്നതിൽ നിരവധി കാര്യങ്ങൾ സഹകരണ സംഘങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ RBI പറയുന്ന ചില നിർദ്ദേശങ്ങൾ കേരളത്തിലെ സഹകരണ സംഘങ്ങൾക്ക് ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ കഴിയാത്ത സാഹചര്യം നിലനിൽക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ്റും RBIയുമായിട്ട് ആ പ്രശ്നം ടേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഒന്നുകിൽ അറിഞ്ഞു വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അറിഞ്ഞുകൂടാതെ ആണ് ശ്രീ രാജേഷ് വർത്തമാനം പറയുന്നതെന്ന് എനിക്ക് പറയേണ്ടി വരും. സഹകരണ സംഘങ്ങൾ പൈസ കടം കൊടുക്കുകയും അത് തിരിച്ചു വാങ്ങുകയും ചെയ്യുന്ന പാത്രം പണിയല്ല കേരളത്തിൽ ചെയ്യുന്നത്. കേരളത്തിലെ കാർഷിക മേഖലയും മറ്റെല്ലാ മേഖലയും താങ്ങി നിർത്താൻ ഇവിടെ റബ്ബറിന് വിലയിടി ഉണ്ടായി. റബ്ബർ സംഭരിക്കണമെന്ന് തീരുമാനിച്ചു, നാളികേരം സംഭരിക്കണമെന്ന് തീരുമാനിച്ചു. ആ നാളികേരം സംഭരിക്കാനും റബ്ബർ സംഭരിക്കാനും എല്ലാം തീരുമാനിച്ചപ്പോൾ സഹകരണ സംഘങ്ങളെയാണ് അതിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയത്. നിങ്ങൾ സംഭരിച്ചോളൂ, പക്ഷേ നിയമം പാലിക്കണ്ടേ? RBI പറയുന്ന നിർദ്ദേശം അനുസരിച്ച് സഹകരണ സംഘങ്ങൾ ഇങ്ങനെയുള്ള ഡിഫിക്കൽട്ടീസ് നേരിടേണ്ടി വരും. RBIക്ക് മുകളിലൊന്നും അല്ലല്ലോ കേരളത്തിലെ സഹകരണ സംഘങ്ങൾ. രാജേഷ്, ഒരു കാര്യം ചോദിച്ചോട്ടെ, ഒറ്റ കാര്യം മാത്രം. രാജേഷ്, ഈ എല്ലാ ബാങ്കുകളൊക്കെ ഷെഡ്യൂൾ ബാങ്കുകളടക്കം കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഷെഡ്യൂൾ ബാങ്കാണ്. RBI ലൈസൻസ് ഉള്ള സഹകരണ ബാങ്കുകളുണ്ട്, ജില്ലാ ബാങ്കുകൾ. അവർക്ക് മറ്റ് RBI ലൈസൻസ് ഉള്ള ബാങ്കുകൾക്ക് കൊടുത്ത അവകാശം അവർക്ക് കൊടുക്കുന്നതിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? RBIക്ക് നിരീക്ഷണത്തിന് അവർ വിധേയരാണല്ലോ. ഗവൺമെന്റിന്റെ നയമാണത്. ഗവൺമെന്റ് തീരുമാനമാണ്. ഞാൻ ചോദിക്കട്ടെ, ഗവൺമെന്റ് കൊടുത്തിരുന്നല്ലോ. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായപ്പോഴേ വിഡ്രോ ചെയ്തത്. എന്ത് സാഹചര്യം? അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായപ്പോഴേ എന്ത് സാഹചര്യം? ഗവൺമെന്റ് തീരുമാനമാണ്. ഞാനൊന്ന് പറഞ്ഞോട്ടെ. സുരേഷ് ബാബു, ഒരു മിനിറ്റ്. സുരേഷ് ബാബു ചോദിച്ചൊരു ചോദ്യം, പെർട്ടിനന്റ് ക്വസ്റ്റ്യൻ. ഈ ഒരാഴ്ചക്കാലം റിസർവ് ബാങ്കിൻ്റെ നിയന്ത്രണവും ലൈസൻസുമുള്ള ജില്ലാ ബാങ്കിന് കൊടുത്തിട്ടുള്ള ആ ആനുകൂല്യങ്ങൾ ഞങ്ങൾ താഴ്ത്തിക്കും കൂടെ കൊടുക്കണമെന്ന് പറയാനാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഡൽഹിയിലും മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തിരുവനന്തപുരത്തും റിസർവ് ബാങ്കുകാരെയും കേന്ദ്രമന്ത്രിയെയും കണ്ടത്. ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ എന്താ സംഭവിച്ചത്? ഉള്ളതും കൂടെ എടുത്തു കളഞ്ഞു. ഇതെന്താ ഞാൻ മോശമായ ഒരു വാക്കും ഇത്തരം വേദികളിൽ ഉപയോഗിക്കുന്ന ഒരാളല്ല. ഇതെന്താ വെള്ളിരിക്കപ്പെട്ടണമാണോ? ഇത് മുഖ്യമന്ത്രിയും വന്ന് പറയുന്നു, പ്രതിപക്ഷവും ഭരണകക്ഷിയും ഒരുമിച്ച് പറയുന്നു. എന്താണ് പ്രശ്നം? ഞാൻ ആരെയും കോട്ടിയല്ല. ഞാൻ മനസ്സിലാക്കിയത് എന്താണ്? കള്ളപ്പണം കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് വരുന്നില്ല. കള്ള നോട്ടുകൾ പിടിക്കാൻ കോപ്പറേറ്റീവ് ബാങ്കിൽ മെഷീൻ ഇല്ല എന്നാണ് ചില ആളുകൾ പറയുന്നത്. പോസ്റ്റ് ഓഫീസിലുണ്ടോ? പെട്രോൾ ബങ്കിലുണ്ടോ? അപ്പോൾ പെട്രോൾ ബങ്കിനെയും പോസ്റ്റ് ഓഫീസിനെയും വിശ്വസിക്കുന്ന അത്ര പോലും കോപ്പറേറ്റീവ് ബാങ്കിനെ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കില്ല എന്ന് നേരത്തെ കൂട്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്കിപ്പോഴും ഞാൻ തർക്കിക്കാനോ വാദത്തിൽ ആരും തോൽപ്പിക്കാനോ ആഗ്രഹിക്കുന്നില്ല. കേരളത്തിലെ ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ ഉതകുന്ന ഒരു നെറ്റ്വർക്കാണ് കോപ്പറേറ്റീവ് നെറ്റ്വർക്ക്. ഇനി ഇത് തകരുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരും ധരിക്കരുത് BJPയുടെ നേതാക്കന്മാർ, പ്രസിഡന്റുമാരുണ്ട്, CPMൻ്റെ ഉണ്ട്, CMPയുടെ ഉണ്ട്, കോൺഗ്രസിൻ്റെ ഉണ്ട്. അവർക്കൊന്നും ഒരു പ്രശ്നമില്ല. അവർക്കൊക്കെ ചെറിയ ഷെയറേ അവിടെ ഉള്ളൂ. ഈ നാട്ടിലെ ജനങ്ങളുടെ പൈസയാണ്. ആ പൈസ കൊണ്ട് അമ്മാനം ആടരുത്. ഇത് എന്തെങ്കിലും തരത്തിൽ അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് കേരളത്തിലെ BJP നേതൃത്വം കേന്ദ്രത്തിലെ ആളോട് പറയേണ്ടത് ഇത് വേറൊരു സ്റ്റേറ്റിലും ഇങ്ങനത്തെ ഒരു പ്രതിഭാസമില്ല, ഇത്തരത്തിലുള്ള നിക്ഷേപ സമാഹരണമില്ല. ഇപ്പോൾ ത്രിപുരയിലെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിനേക്കാൾ കൂടുതൽ പണം നിങ്ങൾ നേരത്തെ പറഞ്ഞ പല ബാങ്കുകളിലും ഇവിടെ ഉണ്ട്. അപ്പോൾ അത് ഇവിടുത്തെ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സെക്ടർ മറ്റ് കോപ്പറേറ്റീവ് സംസ്ഥാനങ്ങളെക്കാൾ 100 ഇരട്ടി ശക്തമാണ്. ഇതിനെ നിങ്ങൾ ഉപയോഗിക്കൂ, എന്നിട്ട് കുഴപ്പം പിന്നെ പരിഹരിക്കാം. നിങ്ങൾ തന്നെ ചർച്ചയിൽ പങ്കെടുത്തതിന് ഒപ്പം VV രാജേഷ്, PM സുരേഷ് ബാബു, സോമപ്രസാദ്, CJ നന്ദകുമാർ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി അറിയിക്കുന്നു. സ്പെഷ്യൽ എഡിഷൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും media1tv.in സന്ദർശിക്കുക. ഇനി രാഷ്ട്രീയ ആക്ഷേപഹാസ്യ പരിപാടി പൊളിമിക്സ് കാണാം. നമസ്കാരം.